ഓം രാമം ലക്ഷ്മണപൂർവജം രഘുവരം സീതാപതിം സുന്ദരം കാകുസ്തം കരുണാർണവം ഗുണനിധിം വിപ്രപ്രിയം ധാർമ്മികം രാജേന്ദ്രം സത്യസന്ധം ദശരഥതനയം ശ്യാമളം ശാന്തമൂർത്തിം വന്ദേ ലോകാഭിരാമം രഘുകുലതിലകം രാഘവം രാവണാരിം സന്നദ്ധകവചീ ഖൽഗീ ചാപതൂണീരബാണതൃഗച്ഛൻ മനോരഥോസ്മാകം രാമഃ കാമിതസിദ്ധയേ. ശ്രീരാമ രാമ രഘുനന്ദന രാമ രാമ, ശ്രീരാമ രാമ ഭരതാഗ്രജ രാമ രാമ, ശ്രീരാമ രാമ രണകർക്കശ രാമ രാമ, ശ്രീരാമ രാമ ശരണം ഭവ രാമ രാമ. പൂർവം രാമതപോവനാനിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരിം ദാഹനം പശ്ചാൽ രാവണകുംഭകർണനിധനം ഏതദ്ധി രാമായണം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിശാഖാഗ്രേ വന്ദേ വാൽമീകികോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷുര വിശ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. എത്ര എത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ആധാരം സർവഭൂതാനാം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമമ്യഹം. ചെറിയൊരു ഭജന പാടിയിട്ടുള്ളതാണ്. രാമനാമം പാടുക രാമനാമം പാടുക, രാമനാമം പാടി പാടി രാമഭക്തരാവുക, രാമനെ സ്മരിക്കുക രാമനെ നമിക്കുക, രാമകീർത്തനങ്ങൾ പാടി രാമനിൽ ലയിക്കുക, രാമചരിതം കേൾക്കുക രാമധർമ്മം ചെയ്യുക, രാമതത്വമുള്ളിലാക്കി രാമരാജ്യം വാഴുക, രാമനാമം പാടുക രാമനാമം പാടുക, രാമനാമം പാടി പാടി രാമഭക്തരാവുക.
മണ്ഡോദരിയുടെ ആയിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ കഴിഞ്ഞു. മണ്ഡോദരി കുറേ ഉപദേശിച്ചു. അവസാനം ആ ഉപദേശത്തിനുള്ള മറുപടി എന്തുണ്ടായി? ഞാൻ അഥവാ രാമനാൽ വധിക്കപ്പെടുകയാണെങ്കിൽ നീ സീതയെ വധിച്ചിട്ട് എൻ്റെ ഒപ്പം അഗ്നിയിൽ ചാടിയിട്ട് സ്വർഗത്തിലേക്ക് അവിടെ വന്നോളൂ കൊണ്ടുവന്നു. ഇതാണ് ജ്ഞാനം നമുക്ക് ഉണ്ടായ പോലെ അത് പ്രവൃത്തിയിലേക്ക് വരണം എന്ന് പറയാൻ കാരണം. പ്രവൃത്തിയിലേക്കില്ലാത്ത അറിവുകൊണ്ട് ഒരു കാര്യമില്ല എന്നർത്ഥം. എന്നിട്ടവിടെ ചെന്നിട്ട് യുദ്ധം തുടങ്ങി. അപ്പോഴേക്ക് പാതാളത്തുനിന്ന് അവരൊക്കെ വന്നു, അനവധി ആളുകൾ. അതിങ്ങോട്ട് വന്ന് നിറങ്ങോട് ഇവരെ കണ്ടോടുകൂടി വാനരന്മാരൊക്കെ ഉത്സാഹം കൂടുക ചെയ്ത്. ശ്രീരാമൻ പറഞ്ഞു, അവരുടെ അടുത്തേക്കൊന്നും നിങ്ങൾ പോകണ്ട, അവർ ഈ നാട്ടുകാരൊന്നല്ല, അന്യ നാട്ടുകാരാണ്. അപ്പോൾ അവരെയായിട്ട് നിങ്ങൾ ഈ വടിയും കുന്തവും അല്ലെങ്കിൽ മലയും കല്ലും കൊണ്ടൊന്നും യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല. അവർ ശക്തന്മാരാണ്. ശ്രീരാമൻ തന്നെ സ്വയം അവരെ നടുവിലേക്ക് അങ്ങോട്ട് ചാടി എന്നാണ്. എന്നിട്ട് യുദ്ധം അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി. ഓരോ രാക്ഷസന്മാർക്കും ശ്രീരാമൻ എന്നോടാ യുദ്ധം ചെയ്യണമെന്നുള്ള നിലയ്ക്കാണ്. അത്ര ഉഗ്രമായ യുദ്ധം. സകല പേരും 12 നാഴിക കൊണ്ട് ആ വന്ന പാതാളത്ത് വന്ന സകല രാക്ഷസന്മാരും അവിടെ നശിച്ചു. ശ്രീരാമചന്ദ്രൻ ആ കാർമേഘത്തിൻ്റെ ഉള്ളിൽ നിന്ന് സൂര്യൻ ഇങ്ങോട്ട് പുറത്തേക്ക് വന്നാൽ എന്താ അതേപോലെ ഇങ്ങോട്ട് വിളങ്ങി എന്നാണ് രാമായണം പറയുന്നത്. ഇത് കണ്ട് വാനരന്മാരും ലക്ഷ്മണനും വിഭീഷണനും ഒക്കെ അദ്ദേഹത്തിൻ്റെ പാദത്തിൽ വീണ് അദ്ദേഹത്തിനെ സ്തുതിച്ചു. ഇത് കണ്ടോട് കൂടിയിട്ട് രാവണൻ അസാധ്യ ശക്തിയോടുകൂടി യുദ്ധം ചെയ്യാൻ തുടങ്ങി. ആഗ്നേയാസ്ത്രം, നാഗാസ്ത്രം തുടങ്ങിയിട്ടുള്ള താമസാസ്ത്രം കൊണ്ട് വാനരന്മാരെ മുഴുവൻ അങ്ങോട്ട് ഇതാക്കാൻ തുടങ്ങിയതാണ്. ഐന്ദ്രാസ്ത്രം കൊണ്ട് രാമൻ ഇതിനെയാണ് ഇല്ലാണ്ടേക്ക്. അങ്ങനെ അങ്ങടും ഇങ്ങടും ഈ പ്രത്യേകമായുള്ള അസ്ത്രശസ്ത്രങ്ങളെ കൊണ്ടുള്ള യുദ്ധമായി. രാവണൻ ക്ഷീണിച്ചടങ്ങി. അതിൻ്റെ ഇടയിൽ ലക്ഷ്മണൻ 4 ബാണങ്ങളെ കൊണ്ട് സാരഥിനെയാണ് വധിച്ചു രാവണൻ്റെ. വിഭീഷണൻ തൻ്റെ ഗത എടുത്തിട്ട് ആ കുതിരകളെ മുഴുവൻ അടിച്ചു കൊന്നു. ഇത് കണ്ടോട് കൂടിയിട്ട് അസാധ്യ ദേഷ്യായി. ആ രഥത്തുനിന്ന് കുതിരജാത്ത രഥം കൊണ്ടുവന്ന സാരഥിയില്ലാത്ത രഥം പുറത്തേക്ക് ഇട്ട് ചാടിയിട്ട് യുദ്ധം ചെയ്യാൻ ലക്ഷ്മണൻ്റെ നേർക്ക് ഒരു വേലം കിട്ടി ചാട്ടി. പണ്ട് അമ്മാവൻ കൊടുത്തിട്ടുള്ള മാതുലൻ കൊടുത്തിട്ടുള്ള ആ വേല ചാട്ടി അതിനെ ലക്ഷ്മണൻ അമ്പുകളെ കൊണ്ട് ഇതാക്കി. പിന്നെ വിഭീഷണൻ്റെ നേർക്ക് ഒരു വേല് ചാട്ടി അതിനെയും ലക്ഷ്മണൻ ചാട്ടിക്ക്. നീ ഇത്രയ്ക്കായോ എന്നുള്ള നിലയ്ക്ക് ഇനി പറ്റുന്നെങ്കിൽ ഇത് തടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു വേല് പ്രത്യേകമായിട്ട് ശ്രീരാമന് വേണ്ടി എടുത്തു ചേർന്ന വേല അങ്ങോട്ട് ചാട്ടി. അത് ലക്ഷ്മണന് തടുക്കാൻ സാധിച്ചില്ല. ലക്ഷ്മണൻ ആ വേലിൻ്റെ ഇതിൽ അവിടെ വീണു, നെഞ്ഞത്ത് തറച്ചിട്ട്. ആർക്കും അത് വാനരന്മാർ കുറേ ശ്രമിച്ചു നോക്കി, അത് പറിച്ചെടുക്കാനില്ല. ശ്രീരാമൻ ചെന്നിട്ട് ആ വേല് പറിച്ചെടുത്ത് പൊട്ടിച്ച് വലിച്ചാണ്ട് എറിഞ്ഞു. നമ്മൾ ഈർക്കല പൊട്ടിച്ച് കളയണം കൂടുതലും. ആ വലിച്ച് കളഞ്ഞു. അപ്പോഴേക്ക് ബോധം കെട്ട് കിടക്കുക. ഞാനും രാവണനും കൂടി ഇനി ജീവിച്ചിരിക്കില്ല. ആരെങ്കിലും ഒരാളെ ഉണ്ടാവുള്ളൂ, ലോകം മുഴുവൻ കണ്ടോളൂ എൻ്റെ കഴിവ് എന്നെല്ലാം പറഞ്ഞ് നല്ല ശക്തിയോട് കൂടിയിട്ട് യുദ്ധം യുദ്ധം തുടങ്ങി. ഇതേപോലെ തന്നെ ഗംഭീര അങ്ങടും ഇങ്ങടും 10 അസ്ത്രം രാവണൻ ഇങ്ങട് ചെയ്യുമ്പോൾ 100 ശ്രീരാമൻ അങ്ങടെ ചെയ്യുക. അങ്ങനെ രാവണൻ ക്ഷീണിക്കുന്നു, ശ്രീരാമൻ ക്ഷീണിക്കുന്നു. അങ്ങനെ അങ്ങടും ഇങ്ങടും യുദ്ധത്തിൻ്റെ അസാധ്യതൻ്റെ ഇടയിൽ ശ്രീരാമന് ലക്ഷ്മണനെ പറ്റിയിട്ടുള്ള വിചാരമായി. തൻ്റെ അനുജൻ ഇങ്ങനെ കിടക്കണമല്ലോ എന്ന് വിചാരിച്ചപ്പോഴേക്ക് ആകെ എടുത്ത് തളർന്നു. സുഗ്രീവ, എനിക്കൊന്നും ചെയ്യാൻ വയ്യ, അവൻ്റെ കാര്യം ആലോചിച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ സുഷേണൻ വന്നിട്ട് പറഞ്ഞു, വൈദ്യനാണ് വൈദ്യൻ വന്നിട്ട് വലിയ കേടൊന്നുമില്ല, കണ്ണിന് തളർച്ചയൊന്നും കാണാനില്ല, ശരീരത്തിന് നീലനിറം വന്നിട്ടില്ല, ഒന്നുമില്ല, ഇപ്പോൾ ശരിയാക്കാം എന്ന് പറഞ്ഞ് ഹനുമാനോട് ദിവ്യൌഷധം കൊണ്ടുവരാൻ പറഞ്ഞു. ആ ദിവ്യൌഷധം കൊണ്ടുവന്ന് മഹുക്കിൽ നസ്യതയോട് ലക്ഷ്മണന് സുഖമായി. ലക്ഷ്മണൻ വന്ന് ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു, ഏട്ടൻ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, എന്നെ വിചാരിച്ചിട്ട് ആ മുനിമാർക്കൊക്കെ ഒരു ശപഥം ചെയ്തിട്ടുണ്ട്, രാക്ഷസന്മാരെ മുഴുവൻ വധിച്ച്
ലോകത്തെ രക്ഷിച്ചോളാമെന്ന്. അത് എന്നെ വിചാരിച്ചിട്ട് അതൊക്കെ ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ എന്നെല്ലാം പറഞ്ഞപ്പോൾ എങ്ങനെയായാലും ലക്ഷ്മണനെ നല്ലോണം നട ആലിംഗനം ചെയ്ത് യുദ്ധം തുടങ്ങി. യുദ്ധം അതീവ ഘോരമായി. അപ്പം ശ്രീരാമൻ നിലത്ത് നിന്നിട്ട് ആ യുദ്ധം ചെയ്യുന്നത് രാവണൻ ഇത് കുറച്ച് ശ്രീരാമന് കുറച്ച് ക്ഷീണമുണ്ടോ എന്ന് നാരദൻ പറയണ കേട്ടപ്പോൾ മാതലി വിളിച്ചിട്ട് ഇന്ദ്രൻ പറഞ്ഞു, നീ ആ രഥം കൊണ്ടുപോയിട്ട് ശ്രീരാമന് എങ്ങനെയാണോ വേണ്ടത് അതേപോലെ അങ്ങോട്ട് ആ രഥം നടത്തിയിട്ട് യുദ്ധം നയിക്കൂ എന്ന് മാതലിയോട് പറഞ്ഞോട് കൂടിയിട്ട് മാതലി രഥം കൊണ്ട് ഇവിടെ വന്നു. എന്നിട്ട് ശ്രീരാമചന്ദ്രനെ തൊഴുതിട്ട് പറഞ്ഞു, ഇത് അങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പം കൊടുത്തയച്ചതാണ് ഈ രഥം, ഇന്ദ്രൻ്റെ രഥമാണ്, അതുകൊണ്ട് ഞാൻ തന്നെ തെളിച്ചോളാം. യുദ്ധം എങ്ങനെ അങ്ങയ്ക്ക് ഇഷ്ടമുണ്ടോ അതേപോലെ ഞാൻ ചെയ്തോളാം, യാതൊരു ഭയവും വേണ്ട, ഗംഭീരമായിട്ടുള്ള യുദ്ധം നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞോടുകൂടി രഥത്തിനെ വന്ദിച്ച് രഥത്തിൽ കയറി യുദ്ധം തുടങ്ങി. ഇതങ്ങോട്ട് കണ്ടോടുകൂടി രാവണന് ആകാശത്തേക്ക് നോക്കി, നീ ഇത്രയ്ക്കായില്ലേ, ഞാൻ തോൽപ്പിച്ചവനായി, ഇപ്പം എന്നെ എതിർക്കാനായി അല്ലേ എന്നുള്ളത് എനിക്കൊരു നോട്ടം. ആ നോട്ടം നോക്കിയപ്പോൾ തന്നെ ശ്രീരാമചന്ദ്രനെ മനസ്സിലായി, അദ്ദേഹം ആ യുദ്ധം കണ്ട കൊടുമ്പിരി കൊണ്ടു അസാധ്യ യുദ്ധമായി. ആ യുദ്ധത്തിൽ അഗസ്ത്യൻ എവിടുന്നാന്നറിയില്ല, അഗസ്ത്യൻ വന്നിട്ട് അവിടെ വന്നങ്ങട് ആ രഥത്തിൽ വന്നിരുന്നു, വന്നവിടെ നിന്നു. എന്നിട്ട് പറഞ്ഞു, ശ്രീരാമചന്ദ്രൻ, ഈ ലോകത്തിന് മുഴുവൻ ശക്തി നൽകുന്നത് സാക്ഷാൽ സൂര്യഭഗവാനാണ്. ആ സൂര്യഭഗവാനെ ഭജിക്കാനുള്ള ആദിത്യ ഹൃദയമന്ത്രം ഞാൻ ഉപദേശിക്കാം, അത് ഉപാസിച്ചിട്ടാൽ രാവണനെ വധിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് അഗസ്ത്യൻ ഈ മന്ത്രം ഉപദേശിക്കുകയാണ്, ആദിത്യ ഹൃദയമന്ത്രം. അത് നമുക്ക് എല്ലാവർക്കും കൂടി ശ്രീരാമചന്ദ്രൻ തന്നെ, നമ്മുടെ ശ്രീരാമചന്ദ്രനെ സ്തുതിക്കണത് എല്ലായിടത്തേലും കണ്ടുള്ളൂ. ശ്രീരാമചന്ദ്രൻ തന്നെ ഈ ഭൂമിയിലുള്ള സകല ആളുകൾക്കും ശക്തി നൽകുന്ന ആ സാക്ഷാൽ സൂര്യഭഗവാനെ അങ്ങോട്ട് ഭജിക്കുക. അപ്പം നമുക്കൊക്കെ ഈ ശക്തി തരുന്നതാരാ? സാക്ഷാൽ സൂര്യനെ. സൂര്യനില്ലെങ്കിലോ? ഇപ്പം ഇപ്പോഴത്തെ സ്ഥിതി എന്താ അറിയോ? നേരെ വിപരീത. സൂര്യനെ ചന്ദ്രനെ അധികം ഇഷ്ടമെന്ന് ചോദിച്ചു. അതെന്താ സംശയം? ചന്ദ്രനെ അതെന്താ? രാത്രി വെളിച്ചം തരുന്നത് ചന്ദ്രനല്ലേ? ഈ സൂര്യനില്ലെങ്കിൽ എപ്പോഴും രാത്രിയാ, അപ്പം ചന്ദ്രനും ഇല്ല. ഇതേപോലെ നമ്മളുടെ കുട്ടികളുടെ മുഴുവൻ മനസ്ഥിതി. എന്താണോ അവർക്ക് ഏറ്റവും അധികം ഗുണം ചെയ്യുന്നത് അതിനെ അവർക്ക് വിലയില്ല. എന്നിട്ട് എന്താ അധികം നല്ലതെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറയും മയക്കുമരുന്നാണെന്ന്. ഈ അമ്മ രാവിലെ വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കണ ദോശ ഇഡ്ഡലിയും ഇതൊന്നുമല്ല അവർ ആക്കണത്, മയക്കുമരുന്ന്. അത് 25,000 ഉറുപ്പ് കൊടുത്തിട്ട് 1 ഗ്രാം വാങ്ങി ഇടയ്ക്ക് ഇങ്ങനെ കഴിച്ചാൽ ഇതാണ് കേമം എന്ന കൂട്ടത്തിലാണ്. ചന്ദ്രൻ അത്ര കേമം. ഈ സൂര്യനിലേക്ക് ചന്ദ്രൻ തന്നെ വിളിച്ചില്ല. നമുക്ക് എന്നും ഇരുട്ടാണ് ഇനി സൂര്യനില്ലെങ്കിൽ. ആ സൂര്യനെ നമ്മൾ വില വയ്ക്കില്ല എന്നുള്ളതാണ്. അതാണ് നമ്മളിപ്പോൾ പഠിക്കേണ്ടത്. ഇവിടെ ആ ആദിത്യ ഹൃദയമന്ത്രം എല്ലാവരും പുസ്തകം എടുത്തോളൂ, അത് നമുക്കൊന്ന് വായിക്കാം. എന്നിട്ട് എന്താ കാരണം എന്ന് വെച്ചെങ്കിൽ സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ അഗസ്ത്യമുനി ഉപദേശിച്ച മന്ത്രം കൊണ്ടാണ്. അതിൻ്റെ പ്രത്യേകത എന്താ അറിയോ? സൂര്യൻ്റെ 108 നാമങ്ങൾ അതിലുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? 108 നാമം അതിലുണ്ട്. ആദ്യം സൂര്യൻ്റെ മാഹാത്മ്യം, അത് കഴിഞ്ഞ ശേഷം 108 നാമങ്ങൾ. 88 നാമവും 90 നാമവും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ആദിത്യ ഹൃദയമന്ത്രം എന്ന് പറഞ്ഞിട്ട് അതിൽ കൊടുത്തിട്ടുള്ളത്. ബാക്കി 28 മറ്റേലുള്ളൂ. 90 എണ്ണവും ആദ്യത്തേൽ കഴിഞ്ഞു എന്നർത്ഥം. അപ്പം നമുക്കതൊന്ന് വായിക്കാം. ഇവിടെ നിങ്ങൾക്ക് തന്നെ വായിക്കാം. ദേവാസുരോരഗചാരണ കിന്നര താപസ ഗുഹ്യക യക്ഷരക്ഷോഭൂത കിംപുരുഷാപ്സരോ മാനുഷാദ്യന്മാരും സമ്പ്രതി സൂര്യനെ തന്നെ ഭജിപ്പതും ദേവകളാകുന്നത് ആദിത്യനാകിയ ദേവനത്രേ 14 ലോകങ്ങളും രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതുമവൻ കൽപ്പകാലാന്തരേ ബ്രഹ്മനും വിഷ്ണുവും ശ്രീമഹാദേവനും ഷൺമുഖൻ താനും പ്രജാപതി വൃന്ദവും ശക്രനും വൈശ്വാനരനും കൃതാന്തനും രക്ഷോവരനും വരുണനും വായുവും യക്ഷാധിപനും ഈശാനനും ചന്ദ്രനും നക്ഷത്രജാലവും ധിക്കരി വൃന്ദവും വാരണവക്രനുമാര്യനും മാരനും താരാഗണങ്ങളും നാനാഗ്രഹങ്ങളും
അശ്വനീപുത്രരൂമഷ്ടവസുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും നാനാപിതൃക്കളും പിന്നെ മനുക്കളും ദാനവന്മാരും മുരോഗ സമൂഹവും വാരമാസർത്തു സംവത്സരകൽപ്പാധികാരകനായതും സൂര്യനിവൻ തന്നെ. വേദാന്തവേദ്യനാം വേദാത്മകനിവൻ വേദാർത്ഥ വിഗ്രഹൻ വേദജ്ഞസേവിതൻ പൂഷാ വിഭാകരൻ മിത്രൻ പ്രഭാകരൻ ദോഷാകരാത്മകൻ ത്വഷ്ടാദിനകരൻ ഭാസ്കരൻ നിത്യൻ അഹസ്തനഗ്നീശ്വരൻ നിത്യൻ അഹസ്കരനീശ്വരൻ സാക്ഷി സവിത സമസ്തലോകേക്ഷണൻ ഭാസ്വാൻ വിഭസ്വാൻ നഭസ്വാൻ ഗമസ്തിമാൻ ശാശ്വതൻ ശംഭൂശരണ്യൻ ശരണതൻ ലോകശിശീരാതിരോരതിരുമൈരാരി ശോകാപഹാരി ലോകാലോക വിഗ്രഹൻ ഭാനു ഹിരണ്യഗർഭൻ ഹിരണ്യേന്ദ്രിയൻ ദാനപ്രിയൻ സഹസ്രാംശു സനാതനൻ സപ്താശൻ അർജുനാശൻ ശകലേശ്വരൻ സപ്തജനവബോധപ്രദൻ മംഗലൻ ആദിത്യൻ അർക്കൻ അരുണൻ അനന്തകൻ ജ്യോതിർമയൻ ദമനൻ സവീതാരവി വിഷ്ണു വികർത്തനൻ മാർത്താണ്ഡൻ അംശുമാൻ ഉഷ്ണകിരണൻ മയീരൻ രോചനൻ പ്രദ്യോതനൻ പരൻ ഖദ്യോതൻ അദ്യോതനദ്വയൻ വിദ്യാവിനോദൻ വിഭാവസു വിശ്വസൃഷ്ടിസ്ഥിതി സംഹാരകാരണൻ വിശ്വവന്ധ്യൻ വിശ്വരൂപൻ വിഭൂ മഹാവിശ്വരൂപൻ വിഭു വിശ്വവിഭാവനൻ വിശ്വൈകനായകൻ വിശ്വാസഭക്തിയുക്താനാം ഗതിപ്രദൻ ചണ്ഡകിരണൻ തരണി ദിനമണി പുണ്ടരീക പ്രബോധപ്രദനര്യമാം ദ്വാദശാത്മാ പരമാത്മാ പരാപരനാതിഥേയൻ ജഗദാതിഭൂതൻ ശിവൻ ഖേദവിനാശനൻ കേവലാത്മാ ബിന്ദുനാഥാത്മകൻ നാരദാദി നിഷേവിതൻ ജ്ഞാനസ്വരൂപനജ്ഞാന വിനാശനൻ ധ്യാനിച്ചോൾക നീ നിത്യമിദ്ദേവനെ സന്തതം ഭക്ത്യാ നമസ്കരിച്ചിടുക. ഇനി ആദിത്യ ഹൃദയമന്ത്രം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള 28 നാമങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. സന്താപനാശകരായ നമോ നമ, അന്ധകാരാന്തകരായ നമോ നമ, ചിന്താമണി ചിദാനന്ദായ തേ നമ, നീഹാരനാശകരായ നമോ നമ, മോഹവിനാശകരായ നമോ നമ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തേ നമ, സ്ഥാവര ജംഗമാചാര്യായ തേ നമ, ദേവായ വിശ്വൈകദാക്ഷിണേ തേ നമ, സത്വപ്രധാനായ തത്വായ തേ നമ, സത്യസ്വരൂപായ നിത്യം നമോ നമ. ഇത്തമാദിത്യഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം. ഈ 108 നാമങ്ങൾ ജപിച്ചിട്ട് അതിൽ പ്രധാനപ്പെട്ടാണ് അവസാനത്തെ 28 ആദിത്യ ഹൃദയ മന്ത്രം എന്ന് പറഞ്ഞത്. മുഴുവൻ ജപിക്കുകയാണ് വേണ്ടത്. നമ്മൾ ജപിച്ചെന്തി അത് മുതൽക്ക് അവസാനം വരേക്ക് ജപിക്കുകയാണ് വേണ്ടത്. ഇല്ലെങ്കിൽ ഈ ആദിത്യ ഹൃദയ മന്ത്രമെങ്കിലും നമ്മൾ ദിവസേന ജപിക്കണമെന്നല്ല. സൂര്യനെയാണ് നമുക്ക് നമ്മളുടെ ആരോഗ്യം എല്ലാം എന്താണ് ജ്ഞാനസ്വരൂപനാണ്. അതാണ് പറയുന്നത്. നമുക്ക് വെളിച്ചം വേണമെങ്കിൽ ഈ സൂര്യനിൽ നിന്നല്ലാണ്ട് ഇവിടുന്ന് അഗ്നി അവിടെ തന്നെ സൂര്യനിൽ നിന്നല്ലേ അല്ലേ. ഒരു ലെൻസ് വെച്ചിട്ട് ഒരു ഭംഗിയിലേക്ക് അതിൻ്റെ ഇതുകളായി ആ തീ കത്തി അല്ലേ. അപ്പോൾ ഇതൊക്കെ സൂര്യനാണ്. ആ സൂര്യനെ നമ്മൾ ഭജിക്കണം. രാവണവധത്തിന് വേണ്ടിയിട്ട് ശ്രീരാമൻ തന്നെ സൂര്യദേവനെ ഭജിച്ചു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് ചെയ്യണം. അത് കണ്ടോ ഇതങ്ങോട്ട് കിട്ടിയോടുകൂടി സാക്ഷാൽ മഹാവിഷ്ണു സ്വരൂപനായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ ശക്തിമാനായി. പിന്നീടാണ് രാവണവധം. രാവണവധം എന്നുള്ള ഭാഗം വളരെ കേമായിട്ടാണ് ഇതിൽ വർണ്ണിക്കുന്നത്. അനവധി അസ്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ശ്രീരാമനെക്കാട്ടിലും ഒട്ടും കഴിവ് കമ്മിയൊന്നുമില്ല രാവണന്. നല്ല കഴിവുള്ള ആളാണ്. പക്ഷേ എന്താ വേണ്ടാത്തേലിക്കാന്ന് മാത്രം. ഒന്ന് വേണ്ടേലിക്ക്, മറ്റത് വേണ്ടാത്തേലിക്ക്. രാവണൻ്റെ വേണ്ടാത്ത കാര്യത്തിലാണ്. നമ്മുടെ നാട്ടിൽ കാണുന്നില്ലേ പലരും നമ്മളങ്ങനെ ഒക്കെ വിപരീതമായിട്ടൊരു കൂട്ടർ നല്ലത് ചെയ്യാൻ കൂട്ടർ. എന്നാൽ ഈ നല്ലത് ചെയ്യണവർക്ക് സ്വൈരം കെടുത്താൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ. ഇങ്ങനെയാണ് ലോകം. അത് നമ്മൾ രാമായണത്തിലും കൂടി കാണാം. യുദ്ധം കേമായി, അതിഭയങ്കരമായ യുദ്ധം. അതിൻ്റെ ഇടയിൽ ശ്രീരാമചന്ദ്രൻ രാവണൻ്റെ ഒരു തല മുറിച്ചിലിട്ടു. താഴത്തേക്ക് തലയുടെ വീണോടുകൂടി അവിടെ വേറൊരു തല. അങ്ങനെ തൻ്റെ കഴിവിൻ്റെ പരമാവധിയുടെ 101 തല താഴ്ത്തിട്ടു. അപ്പോഴത്തെ തല പിന്നെ അവിടെ ഉണ്ട്. ഇതാണ്
രാമായണം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ നമ്മളുടെ 10 തല ഉണ്ടല്ലോ, നമുക്കിപ്പോൾ ഈ കാണാനൊന്നേ ഉള്ളൂ, വേറെ 10 ഉണ്ട് നമ്മളുടെ അടുത്ത്. എന്താ അറിയോ? വിഷയേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ആയിരിക്കുന്ന 10 തലകൾ. ഒരു വിഷയേന്ദ്രിയത്തിനുള്ളതാണ് കൊടുത്ത് നമുക്ക് നല്ലോണം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു മോഹം വിചാരിച്ചോളൂ. ആ മോഹം നമ്മൾ നല്ലോണം ഭക്ഷണം തന്നു, അവിടെ മാറിയായി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ എന്തായി? കുറച്ചും കൂടി സ്വാദുള്ള ഭക്ഷണമായി. ഇതിപ്പോൾ ഈ 10 എണ്ണത്തിൻ്റെ നമുക്ക് ആശ വിടുത്തിയ, അപ്പം എത്ര മുറിച്ച് കളഞ്ഞാലും പിന്നെ അതുണ്ടാവും. അങ്ങനെയാണ്. അങ്ങനെ ഈ തലകൾ മുഴുവൻ. അപ്പം ശ്രീരാമചന്ദ്രൻ എങ്ങനെ വിചാരിച്ചു, ഖരൻ, ബാലി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളവരുടെ തലയൊക്കെ അവരെയൊക്കെ കൊന്ന ഈ എൻ്റെ ബാണത്തിന് എന്താ ഇതിന് സാധിക്കാണ്ടിരിക്കുന്നത് എന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചിങ്ങോട്ടിരിക്കുമ്പോഴാണ് മാതലി പറയുക, പണ്ട് അഗസ്ത്യൻ ഒരു അസ്ത്രം തന്നിട്ടില്ലേ, അതാണേ ഈ ഗുരുനാഥന്മാരെ കഴിവ് അസാധ്യ. അഗസ്ത്യൻ എന്ന് പറഞ്ഞാൽ ചെറിയ ആളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അസാധ്യ ശക്തൻ, ആൾ ചെറുതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വലിപ്പം ഈ കാഴ്ചയിലല്ല. അവിടെ കാട്ടിൽ വാനപ്രസ്ഥത്തിന് വന്ന കാലത്ത് അഗസ്ത്യനെ കണ്ടപ്പോൾ അഗസ്ത്യൻ സീതാദേവിക്ക് അപകടമൊന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ, സീതാദേവിക്ക്, ലക്ഷ്മണന് കുറച്ച് അസ്ത്രങ്ങൾ, ശ്രീരാമനും അസ്ത്രങ്ങളും നല്ലൊരു വില്ലും ഒക്കെ കൊടുത്തേൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ അവർ കൊണ്ടു കിടക്കണം, കയ്യിലുണ്ടത്. പക്ഷേ ഈ നമ്മൾ ഈ പ്രാരബ്ധത്തിൻ്റെയും തിരക്കിൻ്റെയും അല്ലെങ്കിൽ വേറെ ഒന്നിലേക്ക് മാത്രം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിലത് മറക്കും. അതാണ് ഈ കല്യാണം കഴിക്കണം, ഭാര്യ വേണം, ഭർത്താവ് വേണം എന്നൊക്കെ പറയാൻ കാരണം എന്താ അറിയോ? ഇതൊന്നും ഇല്ലെങ്കിൽ ജീവിക്കുകയൊക്കെ ചെയ്യാം, തിന്നാനും. എന്താ കാര്യം? എന്തെങ്കിലും ഒന്ന് ഭാര്യയ്ക്ക് ഓർമ്മയില്ലാതെ അല്ല എന്താ കുട്ടി അതങ്ങോട്ട് ചെയ്തുകൂടെ എന്ന് ഭർത്താവ് ചോദിക്കും. അല്ലെങ്കിൽ ഭർത്താവ് അതേ ആകെ ഏമനാന്നൊന്നും പറഞ്ഞിട്ട് കയറിച്ച ചില കാര്യങ്ങളിൽ ഭാര്യ ഒന്ന് ഓർമ്മിപ്പിച്ചാലേ ഓർമ്മ ഉണ്ടാവുള്ളൂ. അങ്ങനെയുണ്ട്. എന്ന കൂട്ടത്തിൽ സാരഥിയാണ് മാതലി, ഇന്ദ്രൻ്റെ സാരഥിയാണ് ഇനി. പക്ഷെ ശ്രീരാമചന്ദ്രന് ഈ അഗസ്ത്യൻ കൊടുത്ത അസ്ത്രത്തിനെ ഓർമ്മിപ്പിച്ചത് മാതലിയാണ്. അത് ചെയ്താലേ ആവുള്ളൂ എന്നുള്ളത് ഓർമ്മിപ്പിച്ചപ്പോൾ നന്നായി മാതലി പറഞ്ഞത്. ഞാനത് മറന്നായിരുന്നു. വേഗം അസ്ത്രം എടുത്തു, നല്ലോണം ഗുരുനാഥനെ സ്മരിച്ചു, എഴുതു. അത് രാവണൻ്റെ ഹൃദയം ഭേദിച്ച് ഭൂമിയും കൂടി തുളച്ച് പോയി, കടലിൽ പോയി കഴുകി രക്തമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ശ്രീരാമചന്ദ്രൻ്റെ തുണിയരത്തിൽ തന്നെ വന്നിങ്ങോട്ട് വീണു ആണ്. മരാമരം വീണ കൂട്ടത്തിൽ അങ്ങോട്ട് വീണു രാവണൻ എന്നാ പറയുന്നത്. രാവണൻ വീണോടുകൂടി ലോകത്തിന് മുഴുവൻ സൂര്യൻ ശരിക്കും ഉദിക്കാൻ തുടങ്ങി. അതേപോലെ ഓരോ സ്ഥലങ്ങളിലും വേണ്ട കാര്യങ്ങൾ ശരിക്ക് നടക്കാൻ തുടങ്ങി. പിന്നെ യാതൊരു തടസ്സമില്ല. ഇയാളാണ് എല്ലാറ്റിനെയും മുടക്കിക്കൊണ്ട് നടന്നിരുന്ന ആളായി. അയാളങ്ങോട്ട് മരിച്ചോടുകൂടി ലോകം മുഴുവൻ വളരെ പ്രസന്നമായി. ദേവന്മാർ ശ്രീരാമൻ്റെ പുഷ്പവൃഷ്ടി ചെയ്യണു, എല്ലാവരും ആനന്ദിക്കുന്നു. ഈ വീണ് കടക്കണ കണ്ടിട്ട് വിഭീഷണൻ അങ്ങോട്ട് സഹിച്ചില്ല. തൻ്റെ ഏട്ടനല്ലേ, എത്രയായാലും എങ്ങനെയായാലും ഞാൻ അന്ന് പറഞ്ഞില്ലേ, എത്ര ഞാൻ പറഞ്ഞു, അപ്പം എന്നെ ആട്ടിക്കളയല്ലേ ചെയ്തത്. എന്നിട്ടല്ലേ നല്ല സുന്ദരമായ കിടക്കയിൽ കിടക്കേണ്ട ആൾ ഈ മണ്ണിൽ ചലനമറ്റ് കിടക്കേണ്ടി വന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി. ശ്രീരാമൻ പറഞ്ഞു, നീ കരയൊന്നും വേണ്ട, അവൻ വീരസ്വർഗം പ്രാപിച്ച, എൻ്റെ അസ്ത്രം ഏറ്റിട്ട് വീരസ്വർഗം പ്രാപിച്ച ആളാണ്, അതുകൊണ്ട് കരയൊന്നും വേണ്ട എന്നെല്ലാം പറഞ്ഞ് സമാധാനിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും മണ്ടോതിരി വന്നതിൽ ഒളിച്ച് ലഹളയും കുട്ടിയും കൊണ്ട് അവിടെ വന്നു. അതൊക്കെ കണ്ടപ്പോൾ ഇനിയിപ്പോൾ ഇതിങ്ങനെ വെച്ചാൽ പറ്റില്ല. അവരുണ്ട് ശ്രീരാമചന്ദ്രൻ വിഭീഷണോട് പറഞ്ഞു, വേഗം ഉദകക്രിയകളും കാര്യങ്ങളും ശരീരം ദഹിപ്പിക്കാനും വേണ്ട കാര്യങ്ങൾ ചെയ്യും. അയ്യോ, ഞാനതിൽ ഇത്രയും ദുഷ്ടനായ ഒരാളെ ശേഷക്രിയകൾ ചെയ്യാൻ എനിക്ക് പറ്റില്ല, ചെയ്യാൻ അധികാരമില്ല എനിക്ക്, ഞാൻ അങ്ങനത്തെ ആളല്ല എന്നെല്ലാം പറഞ്ഞ് തടഞ്ഞു നോക്കി. എന്താ പറയണത്? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളെ പറ്റിയിട്ട് അയാൾ ചെയ്ത കാര്യങ്ങളെ പറ്റി ആലോചിക്കണതോ? മാത്രമല്ല അവൻ്റെ പാപം മുഴുവൻ നശിച്ചു എൻ്റെ കൈകൊണ്ട് ഭരിച്ചോട് കൂടിയിട്ട്. അതുകൊണ്ട് അതൊന്നും വിചാരിക്കേണ്ട
ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ നല്ലൊരു ബ്രാഹ്മണനെ എങ്ങനെയാണോ, ഉത്തമ ബ്രാഹ്മണനെ എങ്ങനെയാണോ, ഇയാൾ ശരിക്കും ബ്രാഹ്മണനാ, എങ്ങനെയാണോ ദഹിപ്പിക്കുകയാണോ നിലയ്ക്ക് അഖില ചന്ദനം തുടങ്ങിയിട്ടുള്ള ഇതുകളിലൊക്കെ കൊണ്ടുവന്ന് ദഹിപ്പിച്ച് ഉദകക്രിയകളൊക്കെ എല്ലാം ചെയ്ത് കഴിഞ്ഞ വിഭീഷണൻ ഭഗവാന്റെ അടുത്ത് വന്നു. ഭഗവാന്റെ അടുത്ത് വന്നിട്ട് ഭഗവാനെ നമസ്കരിച്ചു. അപ്പോൾ പറഞ്ഞു, ലക്ഷ്മണ, വിഭീഷണന് അഭിഷേകം ചെയ്യൂ. അങ്ങനെ ലക്ഷ്മണൻ മുനിമാരുടെയും അവിടെ ബാക്കിയുണ്ടായിരുന്ന രാക്ഷസന്മാരെയും എല്ലാവരെയും സഹായത്തോടെ സുഗ്രീവൻ ഹനുമാൻ തുടങ്ങിയിട്ടുള്ളവരോട് കൂടി പോയി ഗംഭീരമായിട്ട് ആ സമുദ്രജലവും എല്ലാം കൊണ്ടുവന്ന് വിഭീഷണനെ മുമ്പേ ഒരിക്കലും യഥാർത്ഥമല്ല, രാവണൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരു അഭിഷേകം നടത്തിയിട്ടുണ്ട്. അപ്പുറത്തിരുന്നിട്ട് രാമേശ്വരത്ത് ഇരുന്നിട്ട്. ഇവിടെ യഥാർത്ഥത്തിൽ ആ ലങ്കാധിപൻ്റെ സിംഹാസനത്തിൽ ഇരുത്തിയിട്ട് അഭിഷേകം കഴിച്ചു. അവിടെ എല്ലാ രാക്ഷസന്മാർ ബാക്കിയുള്ളവരെല്ലാവരും ധാരാളം കാഴ്ചദ്രവ്യങ്ങൾ കൊണ്ടുവന്നു. ആ കാഴ്ചദ്രവ്യങ്ങളൊക്കെ കൊണ്ടുവന്നത് മുഴുവൻ എടുത്ത് ശ്രീരാമചന്ദ്രൻ്റെ കാക്കിലോട് വെച്ചു. താൻ ഈ കസേരയിരിക്കാൻ കാരണം എന്താ? ശ്രീരാമചന്ദ്രനാ. അപ്പം എനിക്ക് കിട്ടിയതൊക്കെ ഇങ്ങനെ വേണം നമ്മൾ. നമുക്കിപ്പോൾ ഈ കേമത്തെ കണ്ടല്ലോ, നമ്മൾ ഞാൻ വിചാരിച്ചിട്ട് കേമത്തൊക്കെ നടിക്കുന്നത്. ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടായി നടക്കുന്നത്. ഇല്ലെങ്കിൽ നടക്കുമോ? എല്ലാം കിട്ടി, നീട്ടിടക്കാൻ വയ്യാത്ത ആളാണെന്ന് എന്താ കാര്യം? അപ്പം നമ്മളെ നേരം പോലെ കൊണ്ട് നടക്കുന്നത് ഈശ്വരാധീനാണ്. അപ്പം നമുക്ക് കിട്ടിയതൊക്കെ ഭഗവാന് സമർപ്പിക്കുക. സാധാരണ ഗൃഹങ്ങളിൽ എല്ലാവരും പതിവുണ്ട്, എന്തൊക്കെയാണ് ഉണ്ടാക്കിയ വെച്ചെങ്കിൽ അതെല്ലാം എടുത്തിട്ട് അവിടെ പൂജാമുറിയിലോ വിളക്ക് വയ്ക്കണോടത്തിലോ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചതിൻ്റെ ശേഷം എടുത്ത് കൊണ്ടുവന്നിട്ടേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. എന്താണ് ചെയ്യുന്നത്? നമുക്കത് ഭക്ഷണം ഇത്ര നന്നായിട്ട് ഉണ്ടാക്കാനും നിനക്കടെ എന്തുകൊണ്ടാണ്ടായത്? ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പോൾ ആദ്യം ഭഗവാന് കൊടുക്കുക. ഈ ഉണ്ടാക്കിയ പാത്രം തന്നെ കൊണ്ടേ വയ്ക്കില്ല, അതിന് വേണ്ടിയിട്ട് ചെറിയ പാത്രങ്ങളുണ്ടാവും, അതിലാക്കി ആ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടേ വയ്ക്കും. അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. എന്താ? ആ ആത്മസമർപ്പണമാണ് അതിൽ പ്രധാനം. നമ്മളെന്ന് പറഞ്ഞാൽ ഈ ശരീരമല്ല, ഇതിലുള്ള ചൈതന്യമാണ്. ഈ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ ഈ ചൈതന്യത്തിൻ്റെ ശക്തി കൊണ്ടാണ്. ഈ ചൈതന്യം ഈശ്വര ചൈതന്യമാണ്. ആ ഈശ്വര ചൈതന്യം കൊണ്ടാണ് നമ്മളെ ഈ ശരീരത്തിന് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം അത് ആ അനുഗ്രഹം നമ്മളെ ഈശ്വരനിൽ നിന്നാണ് ലഭിക്കുന്നത് എന്നുള്ളത് എപ്പോഴും ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം അമ്മമ്മമാരൊക്കെ ഉണ്ടായിരുന്നു മുമ്പേ ധാരാളം. അവർ എന്തെങ്കിലും വീട്ടിൽ അടുക്കളയത്തെ പണി ചെയ്യുകയാണെന്നെങ്കിൽ അടക്കം എന്ത് ചെയ്യും? അപ്പോഴും നാമം ചൊല്ലിയും കൊണ്ടാണ് ചെയ്യുക. ഈ നാവിന് അപ്പോഴേ ഉള്ളൂ കാര്യമായിട്ട്. ഈ ഭക്ഷണത്തെ കഴിക്കുമ്പോഴൊക്കെ നാവിന് ആവശ്യമുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ അതേപോലെ ഇങ്ങനെ പ്രഭാഷണം കേൾക്കുമ്പോഴായാലും വേണ്ടി എപ്പോഴായാലും വേണ്ടി നോട പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോഴും നാവിന് പണിയുണ്ടാവും. അതല്ലാത്ത എപ്പോഴേ ഉള്ളൂ. നാവിന് നാമം ചെല്ലല്ലേ വേണ്ടോ? ഈ നാമം ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഇത്ര നല്ല നാവ് നമുക്ക് തോന്നുന്നത്. മാത്രമല്ല 32 പട്ടാളക്കാരെ വെച്ച് ശരിയാക്കി വെച്ചിരിക്കുക നമ്മളുടെ നാവിനെ. ആലോചിച്ച് നോക്കൂ, 2 വരിയിലായിട്ടേ 32. നാവിനെന്തേലും വേണമെന്നുണ്ടെങ്കിൽ പല്ല് വായ പൊളിച്ചു കൊടുക്കും. പറഞ്ഞോളൂ, വിരോധമില്ല. ഇല്ലെങ്കിലോ വല്ലാണ്ട് വേണ്ടാത്തത് പറയുകയൊക്കെ ചെയ്യണ നാവിനെ ഇടയ്ക്ക് പല്ല് കടിക്കുകയും ചെയ്യും. നോക്കിണ്ട് പല്ല് എന്നാ പിന്നെ നമ്മൾ പല്ല് കുത്താറുണ്ടോ? ഇല്ലേ. അഥവാ ഈ പല്ല് കൊഴിക്കുക പിന്നെ 10,000, 10,000, 20,000, 50,000 ഉറുപ്പിക ആക്കിയിട്ട് പല്ല് വയ്ക്കുകയും ചെയ്യും. ഇത് കൊഴിഞ്ഞു പോയി വിചാരിച്ചോളൂ. ഇനി നാമം ചെല്ലാൻ വേണ്ടോ ആവശ്യമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് ദൈവം പല്ലൊക്കെ എടുത്ത് കളഞ്ഞു തരും. ഈ പല്ലില്ലെങ്കിലും അവൾ നാമം ചെല്ലുന്ന ആളാണ്, ഇനിയിപ്പോൾ അത് മതി എന്ന് വിചാരിച്ചിട്ട് ഈ പല്ലിനെയൊക്കെ ഒഴിവാക്കി തന്നെ. പക്ഷെ നമ്മൾ വിടുവോ? നാവ് അഥവാ എന്തെങ്കിലും വേണ്ടാത്ത പറഞ്ഞെങ്കിലോ വിചാരിച്ച പല്ല് വയ്ക്കും. എന്തിന്? നാവിനെ കടിക്കാൻ. വേണ്ടാത്ത പറഞ്ഞാൽ അപ്പം കടി കൊടുക്കും നാവിനെ. ഇതിന് വേണ്ടിയിട്ട്. അപ്പം നാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് നാമം ചെല്ലാനുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതല്ലേ പറഞ്ഞ രാമനാമം പാടുക, രാമനാമം പാടുക, രാമനാമം പാടി പാടി രാമഭക്തരാവൂ. രാമഭക്തരാവുക എന്നറിയാം. നമ്മളുടെ ഉള്ളിൽ എപ്പോഴും ആ രാമനേ ഉള്ളൂ എന്നുള്ളത് മറ്റുള്ള അവനയനാണ് രാമഭക്തരാവൽ. അതിന് നമുക്ക് സാധിക്കണം. അതാണ് നമ്മളുടെ ആവശ്യം. ഇവിടെ ആ വിഭീഷണൻ്റെ അഭിഷേകമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഹനുമാനെ വിളിച്ചിട്ട് പറഞ്ഞു,
വിഭീഷണൻ്റെ അനുവാദത്തോടു കൂടി പോയിട്ട് സീതാദേവിയെ എന്താണ് ഇപ്പോൾ ഉണ്ടായ സംഗതികളൊക്കെ അവിടെ പറയുക. എന്നിട്ട് എന്താ സീതാദേവിയുടെ മനോഭാവം എന്നറിഞ്ഞു വരുമെന്ന്. ഇപ്പം കുറേ കാലമായിട്ടില്ല നമ്മൾ വിട്ടു പോയിട്ടപ്പോൾ എന്തിനും മാറ്റം വന്നിട്ടുണ്ടോ എന്നറിയണ്ടേ എന്നുള്ള നിലയ്ക്ക് നമ്മളെ പരീക്ഷിക്കാൻ ഭഗവാൻ ഇതൊക്കെ സീതാദേവി എന്താണെന്നും എങ്ങനെയൊക്കെ അതൊക്കെ ഭഗവാൻ അറിയായല്ല. പക്ഷേ ലോകത്തിൻ്റെ മുമ്പിൽ ആ അഭിനയം വേണേ. അതിന് വേണ്ടിയിട്ട് അത് നോക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. അവിടെ ചെന്നിട്ട് ഹനുമാൻ പറഞ്ഞു, ഇതാ ഭഗവാൻ എന്നെ പറഞ്ഞയച്ചെന്ന് രാവണവധം കഴിഞ്ഞു, വിഭീഷണനെ രാജാവാക്കി വക കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് എന്നെ പറഞ്ഞയച്ചെന്ന്. ദേവിയുടെ എന്താ ഹനുമാനെ ഞാൻ പറയേണ്ടത്? എനിക്ക് അദ്ദേഹത്തിനെ കാണാൻ വൈകി, ഇനി എത്ര ദിവസം ഞാൻ കാത്തു നിൽക്കണം, ഇനി ഞാൻ കാത്തു നിൽക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സങ്കടത്തിലാണ്. ഇത് കേട്ടോണ്ട് ഈ ഹനുമാന് സഹിക്കുമോ? പണ്ട് കണ്ടതാണ് അവിടെ രാവണൻ്റെ മുമ്പിൽ ബുദ്ധിമുട്ടണതൊക്കെ കണ്ടതാ. ഇനി ദേവിയെ ബുദ്ധിമുട്ടിക്കാൻ വയ്യ എന്നുള്ള ആ മനോഭാവത്തോടു കൂടി ഓടി വന്ന ശ്രീരാമചന്ദ്രനോട് പറയുക, ദേവി ഇങ്ങനെയൊക്കെയാ പറഞ്ഞത്, കാണാൻ ധൃതിയായി എന്നാ പറഞ്ഞത്. അങ്ങനെ വിഭീഷണ ഒരു കാര്യം ചെയ്യുമോ? ദേവിയെ ഇപ്പോൾ കുറേ കാലമായിട്ട് കുളിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒന്നുമില്ല. അങ്ങനെ അവിടെ ജടയും ഇതായിട്ട് പോയിട്ട് അവരെ കുളിപ്പിക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്ത് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് ആഭരണങ്ങളൊക്കെ കാണിച്ച് ഒരു പല്ലക്കിൽ എൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും, എന്നെ കാണാൻ ധൃതിയുണ്ട് അത്രയും. വിഭീഷണൻ എന്ത് കേട്ടോടുകൂടി വയസ്സായ അക്ഷതിമാരെ എല്ലാവരെയും പറഞ്ഞയച്ച് കുളിപ്പിച്ച സുന്ദരി കുട്ടിയാക്കി പല്ലക്കിലേറ്റി കൊണ്ടുവരിക. അപ്പം സീതാദേവി പല്ലക്കിൽ വരുന്ന കണ്ടോട് ഈ വാനരന്മാരും മുഴുവൻ ദേവരെ ജീവനും കളഞ്ഞ് ചെയ്തിട്ടുണ്ട് ഈ സീതാദേവി. എന്നാൽ ഇതിലൊന്ന് കണ്ടടേ വിചാരിച്ചിട്ട് വാനരന്മാരെല്ലാവരും കൂടി സീതാദേവിയെ കാണാൻ വേണ്ടി 4 പുറം വന്നതോടുകൂടി രാക്ഷസന്മാർ ഇവരോടുള്ള ദേഷ്യം മുമ്പേ തന്നെ ഉണ്ടേ, വടിയൊക്കെ എടുത്തിട്ട് പോടാ ഉണ്ട് സീതാദേവിയെ കാണുന്നതുള്ള നിലയ്ക്ക്. ഈ ബഹളമൊക്കെ പാടെ കേട്ടോളൂ ഈ ശ്രീരാമചന്ദ്രനാണ് സഹിച്ചില്ല. വാനരന്മാരെ ചീത്ത പറഞ്ഞാൽ ഭഗവാൻ ഇഷ്ടാവില്ല. തൻ്റെ മുഴുവൻ ഈ വാനരന്മാരാ, അതായത് നമ്മളുടെ മനസ്സ് എന്ന്. വാനരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയുള്ളൂ നമ്മളുടെ മനസ്സാണ്. നമ്മളുടെ മനസ്സിനെ ബുദ്ധിമുട്ടിക്കാൻ ശ്രീരാമചന്ദ്രന് ഇഷ്ടമല്ല എന്നുള്ളത് മനസ്സിലാക്കാം. വാനരന്മാർ അവിടുന്ന് ഞാൻ വാനരന്മാരെ ചോദിക്കാൻ പറഞ്ഞു, സീതാദേവി നടന്നു വരട്ടെ, പല്ലക്കും വേണ്ട, ഒന്നും വേണ്ട, വാനരന്മാർ കണ്ടോട്ടെ, അമ്മയും മക്കൾ കാണുന്നതിന് എന്താ ദോഷമുള്ളത് എന്ന് ചോദിച്ചു. അത്രയും മഹത്വപൂർണ്ണമാണ് ശ്രീരാമചന്ദ്രനും സീതാദേവിയും. അങ്ങനെ അവർ നേരെ മുമ്പിൽ വന്നപ്പോൾ ഈ സീതാദേവിയുടെ മായാവേഷമല്ലേ, ഈ മായൊന്നും ഭഗവാൻ ഇഷ്ടാവില്ല. ആലോചിച്ചോളൂ കേട്ടോ. നിങ്ങൾ ഈ മായ കെട്ടിയിട്ട് ഭഗവാന്റെ അടുത്ത് പോയിട്ട് കേമാക്കാന്ന് വിചാരിച്ചാൽ ഈ മായാസീത ഇഷ്ടമായില്ല എന്നാണ്. ആ മായാസീത കണ്ടോടുകൂടി ശ്രീരാമചന്ദ്രൻ ദേഷ്യപ്പെടാൻ തുടങ്ങിയതാണ്. അപ്പം സീതാദേവി പറഞ്ഞു, ഞാൻ അഗ്നിപ്രവേശം ചെയ്ത് ശുദ്ധി തെളിയിക്കാൻ തയ്യാറാണ്, അതുകൊണ്ട് ലക്ഷ്മണനോട് അഗ്നി ശരിയാക്കാൻ പറഞ്ഞു. അഗ്നിശുദ്ധിക്ക് തയ്യാറാണെന്ന് പറഞ്ഞു. ആ സമയത്ത് അഗ്നി ഉണ്ടാക്കി സീതാദേവി അഗ്നിയിലേക്ക് അങ്ങോട്ട് ചാടി. ഈ സമയത്ത് ദേവന്മാരും എല്ലാവരും ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. ഇന്ദ്രൻ, ദേവന്മാർ എല്ലാവരും അങ്ങ് കാരണമാണ് ഞങ്ങൾക്ക് ഇതൊക്കെ തരായത് എന്ന് പറഞ്ഞിട്ട് സീതാദേവി ഇത് കണ്ട് തുതിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ നിന്നുടെ നാമസ്മരണയുള്ളോരുള്ളിൽ ഒന്നായി പ്രകാശിക്കും ആത്മപ്രഭാവവും ആത്മപ്രബോധവും. ഭഗവാൻ നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ ആത്മാവ് പ്രകാശിക്കും, ഇല്ലെങ്കിൽ അതില്ല. അപ്പം എന്താ വേണ്ടത്? ഭഗവാൻ നമ്മളുടെ ഉള്ളിലുണ്ടാവണം. ഭഗവാൻ നമ്മളുടെ ഉള്ളിലുണ്ടാവണമെങ്കിൽ എന്ത് വേണം? നമ്മളുടെ ഉള്ളിൽ ഭഗവാൻ ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കണം. അതെന്ത് വേണം? നാമം ചൊല്ലിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വേണ്ടാത്തവർ കുറേ ഉണ്ട്. കാര്യമായിട്ട് 6 ആള്: കാമം, ക്രോധം, ലോഭം, മോദം, മോഹം, മാത്സര്യം തുടങ്ങിയിട്ടുള്ളത്. ഇവരെ പുറത്തേക്ക് തള്ളിയാൽ ഈ നാമത്തിൻ്റെ ഉള്ളിൽ കൂടെ ഭഗവാൻ നമ്മളുടെ ഉള്ളിലേക്കിട്ട് കിടക്കും. നാമം കേട്ടാൽ ഇവരൊക്കെ പുറത്തേക്ക് ചാടും. മനസ്സിലായോ? നമ്മളുടെ ഉള്ളിലുള്ള
ചിന്തകളായിരിക്കുന്ന കാമക്രോധ മദാദികളെ നാമം നമ്മൾ ചെല്ലാൻ തുടങ്ങിയാൽ ഇവരൊക്കെ പുറത്തേക്ക് ചാടി. നാമം എവിടുന്നാ കേൾക്കണത് നോക്കിയിട്ട് ഭഗവാൻ ഇങ്ങനെ നാല് പുറം നടക്കുന്നുണ്ടാവും. ഇവളുടെ ഉള്ളുന്നല്ലേ, എന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് കിടന്നളെ, ഭഗവാൻ ഉള്ളിക്കാട് കിടക്കും. ഇതാണ് നാമത്തിൻ്റെ മാഹാത്മ്യം. അപ്പോൾ ആ നാമം നമ്മളുടെ ഉള്ളിലുണ്ടാവുമ്പോൾ, നമ്മൾ ജപിക്കുമ്പോൾ നമുക്ക് ആത്മപ്രബോധം ഉണ്ടാവും. ഞാൻ ആത്മാവാണ്, ശരീരമല്ല എന്നുള്ള ബോധം നമ്മളിലുണ്ടാവും. മനസ്സിലാവുണ്ടോ? അതാ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. അതേപോലെ സീതാദേവിയെ അഗ്നിദേവൻ കൊണ്ടുവന്ന് ഭഗവാന്റെ അടുത്ത് കൊടുത്തു. ഇവൾ പരിശുദ്ധയാണ്, ഒരു ദോഷവും ഇല്ല എന്ന് പറയും. ഭഗവാൻ ആ സീതാദേവിയെ, ആ അഗ്നിശുദ്ധി വരുത്തിയ സീതാദേവിയെ അങ്ങനെ എടുത്ത് തൻ്റെ മടിയിൽ വെച്ചിട്ട് അങ്ങോട്ട് വിളങ്ങി എന്നാണ് പറയുന്നത്. സാങ്കേ സമാവേശ്യ ശോഭിച്ചിതേറ്റവും പങ്കേരുഹാക്ഷനം ജാനകി ദേവിയെ സ്വ ആംഗേ സമാവേശ്യ ശോഭിച്ചിതേറ്റവും. ദേവിയെ മടിയിൽ വെച്ചിട്ട് വളരെ ശോഭയോട് കൂടിയിട്ട് ആ ദമ്പതിമാരെങ്ങനെ ഇരിക്കണം. ഇതട്ട് കണ്ടപ്പോൾ ദേവേന്ദ്രന് പിന്നെ സ്തുതിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ദേവേന്ദ്രൻ്റെ ഒരു സ്തുതി ഉണ്ട് അതിലേറ്റവും അധികം നമുക്ക് വേണ്ട കാര്യങ്ങളാണ് ദേവേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത്. അതാണ് നല്ലോണം ശ്രദ്ധിക്കേണ്ടത്. ആ ദേവേന്ദ്ര സ്തുതിയിൽ നിൻ തിരുനാമാമൃതം ജപിച്ചിടുവാൻ സന്തതം തോന്നേണമെൻ പോറ്റി മാനസേ. ഭഗവാന്റെ നാമം ജപിക്കാൻ നമ്മളെ മനസ്സിൽ തോന്നണേ. നിൻ ചരിതാമൃതം ചൊൽവാനും എപ്പോഴും എൻ ചെവി കൊണ്ടു കേൾപ്പാനും അനുദിനം യോഗം വരുവാനനുഗ്രഹിച്ചിടണം. യോഗമൂർത്തി ജനകാത്മജാവല്ലഭേ. ശ്രീമഹാദേവനും നിൻ തിരുനാമങ്ങൾ രാമ രാമേതി ജപിക്കുന്നിതന്വകം. ത്വൽപാദതീർത്ഥം ശിരസി വഹിക്കുന്നിതെപ്പോഴും ആത്മശുദ്ധിക്കുമാ വല്ലഭൻ. ഭഗവാന്റെ മഹത്വമായി പറഞ്ഞത്. എന്തേലും ഉള്ളിൽ കയറിയോ? ഉള്ളിൽ കയറണം. ആരാ സ്തുതിക്കുന്നത്? ദേവേന്ദ്രൻ. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആരാ? ഇന്ദ്രിയങ്ങളുടെ അധിപൻ. നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെയൊക്കെ അധിപൻ ദേവേന്ദ്രനാ. ആ ദേവേന്ദ്രനാണ്, അതായത് നമ്മളുടെ ഇന്ദ്രിയങ്ങളാണ് ഭഗവാനെ സ്തുതിക്കുന്നത്. എന്ത്? എപ്പോഴും രാമ രാമ ജപിക്കാൻ തോന്നേ, ഭഗവാന്റെ കഥകൾ കേൾക്കാൻ തോന്നേ, കഥകൾ പറയാൻ സാധിക്കണേ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നത് ഇന്ദ്രിയങ്ങളാണ്. അത് കഴിഞ്ഞ ശേഷം ദേവേന്ദ്രൻ്റെ സ്തുതി കഴിഞ്ഞു. ശ്രീ പരമേശ്വരൻ ദശരഥനോട് കൂടി വന്നു. അച്ഛനെ ഇവിടെ പറഞ്ഞു, ഇതാ മകനെ, എൻ്റെ അച്ഛനാണ് എൻ്റെ ഒപ്പം വന്നെ കാണുമെന്ന് പറഞ്ഞു. ശ്രീരാമചന്ദ്രൻ ദശരഥൻ്റെ കാക്കിൽ വീണ് നമസ്കരിച്ചു. ദശരഥൻ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ പുത്രനാണെന്ന് ഞാൻ വിചാരിച്ചത്, സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല, വളരെ കഷ്ടമായി എന്നെല്ലാം പറഞ്ഞ് അച്ഛനോട് ശ്രീരാമചന്ദ്രൻ്റെ ആ അനുവാദത്തോടുകൂടി ദശരഥൻ ശ്രീ പരമേശ്വരൻ്റെ ഒപ്പം സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പോവുകയും ചെയ്തു. എന്നിട്ട് പറയാ, നിൻ മഹാമായ മോഹിപ്പിയായ എന്നെയും കന്മഷനാശനാകാരുണ്യവാരിധേ. ദശരഥൻ പറയാ, അങ്ങടെ മഹാമായ എന്നെ ബാധിക്കരുത്. തന്നെ നമുക്കും, നമ്മൾ ഈ മായയിൽ കൊണ്ടാണ് എത്ര നല്ല സ്ഥലത്ത് എത്ര വേണ്ടാത്തതാ ഇയാണ് അങ്ങോട്ട് തോന്നുക. അതെന്തുകൊണ്ടാ? ഈ മായ കൊണ്ടാണ്. നാമം ചെല്ലുന്നതിൻ്റെ അടുത്ത ആളെ ഒന്ന് കൊണ്ടാൻ തോന്നുക, ഒന്ന് നുള്ളാൻ തോന്നുക. ഇങ്ങനെയൊക്കെ ഉണ്ട് ഭക്തന്മാരുടെ ഇടയിലും. അല്ലെങ്കിൽ ഒന്ന് മാന്തുക. അവർ സാകായിട്ട് കേൾക്കുകയാണ്, പറയുന്നത് കേൾക്കുകയാണ്, നാമം ചെല്ലുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മളെന്തിനാ വെറുതെ ഒന്ന് ദ്രോഹിക്കണത്? അത് നമ്മളെ ഈ മുജ്ജന്മ ദോഷമാണ്. അതിനെ നമ്മൾ തന്നെ ഇല്ലാണ്ടാക്കണം, നാമം ചെല്ലിയിട്ടില്ലാണ്ടാക്കണം. അതാ വേണ്ടത്. അത് നമുക്ക് സാധിക്കണം. അതാണ് ആ നിന്മഹാമായ മോഹിപ്പിയായി എന്നെയും കൽമഷനാശനാകാരുണ്യവാരിതേ എന്നുള്ളത് ദശരഥനും പറഞ്ഞ് ദശരഥൻ ശ്രീരാമചന്ദ്രൻ്റെ അനുവാദത്തോടു കൂടി പോയി ശ്രീ പരമേശ്വരനും
അങ്ങോട്ട് പോയി എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അയോധ്യയിലേക്കുള്ള യാത്രയാണ് തുടങ്ങുന്നത്. ഇവിടെ വിഭീഷണൻ രാജാവായി അങ്ങനെ ഇരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ശ്രീ രാമചന്ദ്രൻ പറഞ്ഞു, എനിക്ക് പോകേണ്ട സമയം അല്ല. വിഭീഷണൻ പറഞ്ഞു, അങ്ങ് ഇപ്പം ഭാര്യയെ എടുത്തായല്ലോ, മംഗലസ്നാനം ചെയ്ത് ഇന്നവിടെ താമസിച്ചിട്ട് നാളെ പോയാൽ മതി. അയ്യോ, അതിനൊന്നും പറ്റില്ല. ഭരതൻ അവിടെ കാത്തിരിക്കുക. ഞാൻ ഭാര്യയായിട്ട് ഇവിടെ സുഖമായിട്ടിരിക്കാനാ വന്നാണ് അല്ലല്ലോ. ഞാൻ അവിടെ 14 ദിവസം 14 കൊല്ലം തികയുന്ന അന്ന് അവിടെ എത്തിയില്ലെങ്കിൽ ഭരതൻ ആത്മഹത്യ ചെയ്യും, അഗ്നിയിൽ ചാടി മരിക്കും. അതുകൊണ്ട് എനിക്ക് ഉടനെ പോകണം എന്ന് പറഞ്ഞു. അതിന് വേഗത്തിൽ പോവാൻ ഇവിടെ പുഷ്പവിമാനല്ലേ, അതിൽ പോവാലോ എന്ന് പറഞ്ഞു. എന്നാണ് രാവണൻ്റെ പുഷ്പവിമാനം. രാവണനെ വധിച്ചത് ഭഗവാനാ, അതിൻ്റെ ഉടമസ്ഥൻ ശരിക്കും ഭഗവാനാ. അപ്പോൾ ഭഗവാൻ അതിൽ പൊയ്ക്കൂടെ എന്നുള്ള നിലയ്ക്ക് വിഭീഷണൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഭഗവാൻ അതിൽ കയറി ഇരുന്നിട്ട് പോവാനുള്ള നിലയ്ക്ക് സംസാരിച്ചപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു മോഹം ഉണ്ടായിരുന്നു, ഞങ്ങൾ പോരട്ടെ. കുട്ടികളുണ്ട്, അച്ഛനും അമ്മയും കൂടെയൊക്കെ ഇടയിൽ വാചകം, ഞങ്ങൾ പോരട്ടെ ചോദിക്കില്ലേ. എന്താ കൂട്ടത്തിൽ ഈ വാനരന്മാരും വിഭീഷണാദികളും ചോദിച്ചു, ഞങ്ങൾ പോരട്ടെ. അവിടെ ചെന്നാൽ അച്ഛനെയും അമ്മ അവിടുത്തെ അമ്മമാരെയൊക്കെ ഒന്ന് കാണാമല്ലോ. പിന്നെ അയോധ്യയിൽ അഭിഷേകം ഉണ്ടാവുമല്ലോ, അഭിഷേകം കണ്ടിട്ട് നമുക്ക് പോരാലോ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഉള്ളിൽ വിചാരിച്ചേർന്ന്, നിങ്ങളിപ്പോൾ കുറേ കാലമായിട്ട് ഭാര്യ മക്കളെയൊന്നും കാണാണ്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന ആളുകളല്ലേ. അപ്പം ഇപ്പം അതിന് ഞാൻ ഭാര്യ കിട്ടി, ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിന് തടസ്സം വരുത്തണ്ട വിചാരിച്ചിട്ട് ഞാൻ പറയാണ്ടിരുന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനെയാ മോശം കൂട്ടനെ പോന്നോളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് വിമാനത്തിൽ കയറി വിമാനം പറന്നിങ്ങനെ ഇറങ്ങിയപ്പോഴേക്ക് കുറേ കാലമായിട്ട് സീതാദേവിയെ കാണാണ്ടറിയാം. സീതാദേവി അതെ പോണ വഴിക്ക് വിമാനത്തിൽ അടുത്തിരുത്തിയിട്ട് ഇങ്ങോട്ട് നോക്കൂ, താഴത്തേക്ക് നോക്കൂ, എന്തൊക്കെയാണ് അവിടെ എന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് സീതാദേവിക്ക്. കണ്ടു, ഇത് നോക്കൂ, ഇതാണ് ത്രികൂട പർവ്വതം, ഇതിൻ്റെ മുകളിലാണ് ഈ ലങ്ക ഇരിക്കുന്നത്, ഈ ത്രികൂടാചലത്തിൻ്റെ മുകളിലാണ് ഞങ്ങൾ ആദ്യം എത്തിയത് എന്നെല്ലാം പറഞ്ഞിട്ട് അത് കണ്ടു. അതിൻ്റെ അപ്പുറത്താണ് ലങ്ക. ഈ വിമാനം ഇങ്ങോട്ട് പറന്നു പോരുമ്പോൾ ഓരോന്ന് കാണിച്ചു കൊടുക്കുക, ഇതാണ് ലങ്കാപുരം എന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചു കൊടുത്തു. പിന്നെ രാക്ഷസന്മാർ യുദ്ധം ചെയ്ത സ്ഥലം കാണിച്ചു കൊടുത്തു. ആ യുദ്ധഭൂമി സീതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ യുദ്ധമൊക്കെ നടത്തിയത്, അതൊക്കെ കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സേതു ബന്ധിച്ചത് ഇവിടെയാണെന്ന് വേണ്ടി സേതു ബന്ധിച്ച സ്ഥലം കാണിച്ചു കൊടുത്തു. പിന്നെ രാമേശ്വരം കാണിച്ചു കൊടുത്തു. അങ്ങനെ ഓരോന്നിങ്ങനെ കാണിച്ചു കഴിഞ്ഞ് വിഭീഷണനെ ആദ്യമായിട്ട് രാജാവായിട്ട് ഞാൻ അഭിഷേകം ചെയ്ത് ഇവിടെ വെച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചു കൊടുത്തു. ഇത് കഴിഞ്ഞിട്ട് ഇതാണ് കിഷ്കിന്ധ എന്ന് പറഞ്ഞിട്ട് കിഷ്കിന്ധയുടെ മുകളിലെത്തിയപ്പോൾ അത് കാണിച്ചു കൊടുത്തു. കിഷ്കിന്ധയുടെ മുകളിലെത്തിയപ്പോൾ സീതാദേവി, ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെയാണല്ലോ, അതെ ഈ വാനരന്മാർ കുറേ കാലമായില്ലേ അവരുടെ ഭാര്യമാരെയൊക്കെ ഒഴിവാക്കി ഇങ്ങോട്ട് പോന്നിട്ട് നമ്മളുടെ യുദ്ധത്തിന്, നമുക്ക് അവരെയും കൂടി കൊണ്ടുപോയാലോ. ഈ സ്ത്രീകൾക്കാണ് സ്ത്രീകളുടെ മനോഭാവം. ഞാൻ ഭർത്താവ് ഇല്ലാണ്ട് കുറേ ദുഃഖം അനുഭവിച്ചതാണ്. ഇതേപോലെ ഇപ്പോൾ ഈ വാനര സ്ത്രീകളും അനുഭവിക്കുന്നുണ്ടാവില്ലേ, അപ്പോൾ അവരെയും കൂടി കൂട്ടിയിട്ടല്ലേ പോകേണ്ടത്. ഭഗവാൻ വളരെ സന്തോഷം, നീ ഈ പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷമായി. അങ്ങനെ കിഷ്കിന്ധയിൽ ഭഗവാന്റെ ആ ഇഷ്ടപ്രകാരം അവിടെ കിഷ്കിന്ധയിൽ വിമാനം അവിടെ താണു. വാനരന്മാരോട് പോയിട്ട് എല്ലാവരും കൊണ്ടുള്ള ഭാര്യ ഒക്കെ കൂട്ടിക്കൊണ്ട് വന്നോളെന്ന് പറഞ്ഞു. പോയി സകല ആളുകൾ പുറപ്പെടാ, ഇങ്ങോട്ട് പോരെ, എന്താ അപ്പം നമുക്ക് അങ്ങോട്ട് പോവല്ലേ എന്നൊക്കെ ചോദിച്ച് ഉള്ളത് കെട്ടിപിടിച്ച് എല്ലാവരും കൂടി പോന്ന് വിമാനത്തിൽ കയറി പിന്നെയും യാത്ര കിഷ്കിന്ധയിൽ നിന്നും യാത്ര തുടങ്ങുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പണ്ട് താമസിച്ചിട്ട് ഋഷ്യമുഖാചലാണത്. അവിടെയല്ലേ പശ്യമനോഹരേ ദേവി വിചിത്രമാമൃശ്യമുഖാചലതുംഗമെത്രയും ഈ ഉയർന്നു കാണുന്നത് ഋഷ്യമുഖാചലാണ്. അവിടെ വെച്ചിട്ടാണ് ഞാൻ വൃത്രാധിപത്യനെ ഭാര്യയെ വധിച്ചത്. നോക്കൂ, ഇതാണ് പഞ്ചവടി. അത് കഴിഞ്ഞ ശേഷം ഇതാണ് അഗസ്ത്യാശ്രമം, ഇതാണ് സുധിഷ്ണാശ്രമം, ഇതാണ് ചിത്രകൂടാചലം, ഇതാണ് ഭരദ്വാജാശ്രമം. ഗംഗാനദി ഇതാ ഇതിൻ്റെ അപ്പുറത്തുള്ളതാണ്. ശൃംഗിവേരൻ ഗുഹൻ വാഴുന്നത് അവിടെയാണ്. സരയൂ നദി ഇതാ കണ്ടോളൂ. അയോധ്യാനഗരം ഇതാ ഇതിനെ കുറച്ച് ആ ദൂരെ കാണില്ലേ, വിമാനത്തിൽ ഇരുന്നിട്ടേ ദൂരെ കാണില്ലേ, അതാണ് അയോധ്യാനഗരം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭരദ്വാജാശ്രമത്തിൻ്റെ മുകളിലെത്തിയത് വിമാനം. വന്നപ്പോൾ ആദ്യം കണ്ടാണ് ഭരദ്വാജനെ. ആ ഭരദ്വാജൻ്റെ ആശ്രമത്തിൽ അവിടെ ഇറങ്ങി.
ഇറങ്ങിയപ്പോൾ പറഞ്ഞു, പോകുമ്പോൾ ഒരു ദിവസം ഇവിടെ താമസിച്ചിട്ടല്ലേ പോയത്, നങ്ങിപ്പോൾ അടക്കത്തിലും ഒരു ദിവസം ഇവിടെ താമസിച്ചിട്ടാവാം അന്ന്. അപ്പോൾ അവിടെ എത്തണ്ടേ, ഭരതനൊക്കെ സുഖമായിട്ട് കഴിയണ്ടേ, ഭരതൻ്റെ വർത്തമാനമൊക്കെ ഞാൻ പറഞ്ഞു തരാം, അങ്ങടെ വർത്തമാനമൊക്കെ എൻ്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് ഞാൻ അറിയണം. അവിടെ എല്ലാ കാര്യങ്ങളും നടന്നത്, സുഗ്രീവരായിട്ട് സഖ്യം ചെയ്തത്, ബാലിയെ വധിച്ചത്, രാവണവധം സകലം ഞാൻ അറിഞ്ഞിരിക്കണോ. അവിടെ ഭരതൻ വളരെ സുഖമായിട്ട് അവിടെ കഴിയുന്നുണ്ട്, ഒന്നും കൊണ്ടും പേടിക്കണ്ട. അപ്പോഴും ഭഗവാന് ഈ അനുജന്മാരോടുള്ള ഒരു സ്നേഹം, ഇതാണ് ഇവിടെ കാണേണ്ടത്. നമ്മളുടെ നാട്ടിലില്ലാത്തതും തന്നെയാണ്. ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, 3 തരത്തിലുള്ള കുടുംബം. ഒന്ന് 4 ആളുകളുള്ള അയോധ്യ കുടുംബം, 4 മക്കളുള്ള, 3 മക്കളുള്ള ലങ്ക, 2 മക്കളുള്ള കിഷ്കിന്ധ. മുന്നിട്ട് ഇതിൽ ഈ അയോധ്യയുടെ എന്താവാനല്ലേ നമുക്കൊക്കെ മോഹം. അതിനങ്ങനെ ആവണത്തിങ്ങ അതിനുള്ള കാര്യങ്ങൾ ചെയ്യും വേണം. ഭരതനെ വിചാരിച്ച് നോക്കുമ്പോൾ വല്ലത്. അപ്പം എന്ത് ചെയ്തു അറിയോ, ഹനുമാനെ ഒന്ന് പോയിട്ട് പോണ വഴിക്ക് ഗുഹനെ കണ്ടിട്ട് പറയും വേണം ഞാൻ അയോധ്യയിലേക്ക് നാളെ രാവിലെ എത്തുന്നുള്ളത്. അതേപോലെ ഭരതനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക, നാളെ രാവിലെ ഞാൻ എത്തും എന്നുള്ള വിവരവും പറയുക എന്ന് പറഞ്ഞിട്ട് ഹനുമാനെ പറഞ്ഞയച്ചു. ഹനുമാൻ ഗുഹൻ്റെ അടുത്ത് പോയിട്ട് വിവരങ്ങൾ പറഞ്ഞ് നേരെ ഭരതൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. ഭരതൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഭരതനെ കാണുമ്പോൾ ഹനുമാന് തോന്നണത് എന്താ അറിയോ, ഭാരതിയും ബഹുമാനിച്ചിതേറ്റവും ആരുമില്ലിത്ര ഭക്തന്മാരവനിയിൽ എന്നാണ് ഭരതനെ പറ്റിയിട്ട് പറയുന്നത്. ഭരതനെ പോലെ ഭക്തന്മാരായിട്ട് ലോകത്തിലാരുമില്ല എന്ന് ഹനുമാനാണ് പറയുന്നത്. തനിക്ക് വേണ്ടിയിട്ട് രാജ്യം തന്നിട്ടുള്ള അമ്മയോട് യാതൊരു ഇതുമില്ലാണ്ട് ഏട്ടനുള്ളത് ആ രാജ്യം ഞാൻ സ്വീകരിക്കില്ല. ഏട്ടൻ കാട്ടിൽ എങ്ങനെയാണ് കഴിയണത് അതേപോലെ തന്നെ ഞാൻ പടിയും കഴിയുള്ളൂ. ഏട്ടന് വേണ്ടിയിട്ട് ഏട്ടൻ്റെ മെതിയടി അവിടെ വെച്ചിട്ട് ആ മെതിയടിയുടെ ദാസനായിട്ടാണ്, പാദദാസനായിട്ടാണ് രാജ്യഭാരം നടത്തുന്നത്. അങ്ങനെയുള്ള ഭരതനെ കണ്ടിട്ട് ഭരതനോട് പറഞ്ഞു, ഇങ്ങനെ ശ്രീരാമചന്ദ്രൻ നാളെ രാവിലെ നേരത്തെ എത്തും, എല്ലാവരും തയ്യാറായിരുന്നോളൂ, കണ്ണുകളൊക്കെ മിഴിച്ചിരുന്നോളൂ എന്നൊക്കെ ഹനുമാൻ പറഞ്ഞപ്പോൾ എന്താ അങ്ങയുടെ ഒരു അനുഗ്രഹം എത്രയാണ് ഞാൻ പറയേണ്ടത്, എൻ്റെ കർണത്തിന് അമൃതമായിട്ടുള്ളതാണല്ലോ കേൾക്കണത്, എന്തൊക്കെയുണ്ടായി, രാവണനെ കൊന്നത് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ച് ഹനുമാനെ കെട്ടിപ്പിടിച്ച് ഭരതൻ കാര്യങ്ങളൊക്കെ ചോദിക്കുക. ഹനുമാൻ എല്ലാ കാര്യങ്ങളും ചിത്രകൂടാചലത്തുനിന്ന് ഭരതൻ ഇങ്ങോട്ട് പോന്നതിൻ്റെ ശേഷമുള്ള കാര്യങ്ങൾ മുഴുവൻ അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിൻ്റെ ശേഷം അർജുനനും ഹനുമാനും ഭരതനും കൂടിയിട്ട് പരമാനന്ദമായിട്ട് അവിടെ ഇരിക്കുമ്പോഴാണ് പിറ്റേ ദിവസം ഭഗവാന്റെ അയോധ്യാപ്രവേശം. ഭഗവാൻ വരുന്നതോട് കൂടിയിട്ട് അയോധ്യ മുഴുവൻ അലങ്കരിക്കണം എന്ന് പറഞ്ഞ് ഗംഭീരമായിട്ട് അലങ്കാരങ്ങളും എല്ലാം ആയിട്ട് വളരെ കേമായിട്ട് അയോധ്യ അലങ്കരിക്കുകയാണ്. ഇന്നിപ്പോൾ വൈകുന്നേരം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, മാഷ് പറഞ്ഞില്ലേ, ഒരു ചാവക്കാട് അവിടെ ഇപ്പം അവർ ആ രാമായണ പാരായണം നടത്തുന്ന സ്ഥലമൊക്കെ മാല കൊണ്ടൊക്കെ അലങ്കരിച്ച് ഗംഭീരാക്കുന്നു. അയോധ്യ അലങ്കരിച്ച കൂട്ടത്തിലാക്കും അവിടെ. അതേപോലെ അയോധ്യ നല്ലോണം അലങ്കരിച്ച് കേമാക്കി ശരിയാക്കാൻ പറഞ്ഞു. എല്ലാവരും തയ്യാറായിരിക്കണമെന്ന് പറഞ്ഞു. നടന്നുകൊണ്ട് ഭരതൻ ആ വിമാനം വരുന്ന ഭാഗത്തേക്ക് പോവുകയാണ്. തലയിൽ ഭഗവാന്റെ ആ മെതിയടിയും വെച്ചിട്ട് നടന്ന് പോവാണ്. ദൂരത്തുനിന്ന് ആ വിമാനം വരുന്നത് കണ്ടോളൂ, അതാ വരണോന്ന് ഹനുമാൻ ഉറക്ക വിളിച്ച് പറഞ്ഞു. ഹനുമാന് ഭഗവാനെ എവിടെയുള്ള അസ്ത്രമായിട്ട് അറിയാലോ, ആ വിമാനായിട്ട് വരുന്നത്. എല്ലാവരും കൂടി വിമാനത്തിൽ നിന്ന് ഇറങ്ങിയോട് കൂടിയിട്ട് ഭരതനും ശത്രുഘ്നനും ആ മെതിയടിയും കൊണ്ട് പോയി, അമ്മമാർ പോയി, എല്ലാവരും കൂടി ആ മെതിയടി കാക്കിലാട് വെച്ചിട്ട് അതിൽ കയറി പോരാൻ പറഞ്ഞു. താഴത്തേക്ക് ഇറങ്ങി എല്ലാവരും കൂടിയിട്ട് അതൊക്കെ ഇതിൽ വായിച്ച് മനസ്സിലാക്കണം കൂടെ. ഞാൻ അതിലത്തെ ആ ഭാവങ്ങൾക്കാണ് പ്രാധാന്യം. 14 കൊല്ലമായിട്ട് കാണാത്ത അനുജനെ കാണുന്ന ജ്യേഷ്ഠൻ, നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കണം.
വർണ്ണിക്കാൻ ഇതിലിപ്പോൾ നമ്മൾ നേരത്തെ വായിച്ചില്ലേ, മാഷ് എത്ര ഭംഗിയായിട്ടാണ് വായിച്ച് കേൾപ്പിച്ചത്. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് കയറിയില്ലേ ആ ഓരോ ഭാവങ്ങളും. അതൊന്നും കൂടി അനുസ്മരിക്കാനാണ് ഇത്. രാമായണ പാരായണം എന്ന് പറഞ്ഞാൽ മനസ്സിൽ രാമായണത്തിലെ ഓലയിലും ചെമ്പോലയിലൊക്കെ എഴുത്താടി കൊണ്ട് എഴുതണ കൂട്ടത്തിൽ ഉറച്ച് വരയ്ക്കുക. ഈ പ്രഭാഷണം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും അറിയോ, ആ ഉറച്ച് വരച്ച എഴുതിയതുണ്ടല്ലോ, അതിനെ നമ്മൾ ഭസ്മട്ടിട്ടൊക്കെ ഇങ്ങനെ തുടച്ചിട്ട് കാണാൻ തോന്നണാക്കാറില്ലേ, അതാണ് പ്രഭാഷണമുള്ളൂ. ശരിക്ക് വായിച്ചിട്ടാണ് ഉള്ളിലെത്തിക്കേണ്ടത്. ആ ഉള്ളിലെത്തിച്ചതിനെ ഒന്നും കൂടി ഇങ്ങനെ പ്രഭാപൂർണ്ണമാക്കുകയുള്ളൂ, കാണാൻ തോക്കണമാക്കുകയുള്ളൂ പ്രഭാഷണം കൊണ്ട് സാധിക്കുന്നത്. വായിച്ചിട്ടാണ് ശരിക്കും ഉള്ളിൽ. അതാണ് ഈ അധ്യാത്മരാമായണത്തിനുള്ള കഴിവ്. എന്താ അറിയോ, അത് നല്ലോണം അമർത്തി നമ്മളുടെ ഹൃദയമാകുന്ന ആ ചെമ്പോലയിൽ അങ്ങോട്ട് വരച്ച് തരും. അതിന് നമ്മൾ ഇങ്ങനെയുള്ള പ്രഭാഷണവും രാമനാമം ജപിക്കുമ്പോൾ എന്താ നമ്മളുടെ മനസ്സിൽ വരിക, രാമായണത്തിലെ കഥകളല്ലേ അല്ലേ? അപ്പം എന്തായി, അതിനെ ഒന്നും കൂടി നമ്മൾ വായിക്കലായി. അങ്ങനെ ആവണം. രാമായണം വായിക്കുമ്പോൾ ഇതിങ്ങനെ നോക്കിയും മാഷ് വായിക്കുമ്പോൾ ഇങ്ങനെ നോക്കിയും കൊണ്ട് ഇരുന്നിട്ട് ഈ അങ്ങോട്ട് നോക്കടി, ഈ ഇങ്ങോട്ട് നോക്കടി, അതല്ല. ആ വായിക്കണതാ ശ്രദ്ധിക്കണത്. ഇപ്പം ഈ പ്രഭാഷണം നടത്തുമ്പോൾ എന്തൊരാനന്ദവും ഇല്ലേ, അതല്ലേ ഇപ്പം നമ്മൾ അനുഭവിക്കുന്നത്. അങ്ങനെ ആ ശ്രീരാമചന്ദ്രൻ അങ്ങോട്ട് വരുമ്പോൾ ഭരതനും ശത്രുഘ്നനും ഉണ്ടാവുന്ന ഒരു ഭാവം, രാമനും ലക്ഷ്മണനും ഉണ്ടാവുന്ന ഒരു ഭാവം, ആ അമ്മമാരെ കാണുമ്പോൾ ഉണ്ടാവുന്നു. എന്നിട്ട് ഇതിൽ നന്നായിട്ട് വർണ്ണിക്കുകയാണ്. ഭരതനും ശത്രുഘ്നും ശ്രീരാമദേവൻ്റെ കാക്കിൽ വീണ് നമസ്കരിച്ചു. ലക്ഷ്മണൻ ഭരതൻ്റെ കാക്കിൽ വീണ് നമസ്കരിച്ചു. ശത്രുഘ്നൻ ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും കാക്കിൽ വീണ് നമസ്കരിച്ചു. മറ്റേതൊപ്പം എപ്പോഴും ഉള്ളതല്ലേ. ഇങ്ങനെ തമ്മിൽ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് എന്നുള്ളത് നമ്മളെ കുട്ടികൾക്ക് രാമായണം ഇങ്ങോട്ട് കാണിച്ചു തരികയാണ്. അമ്മമാരെ കാണുമ്പോൾ ശ്രീരാമചന്ദ്രൻ കൗസല്യാദേവിയുടെയും തന്നെ കാട്ടിലേക്ക് അയച്ച കൈകേയി ദേവിയുടെയും സുമിത്രയുടെയും ഒക്കെ പാദത്തിൽ നമസ്കരിക്കുമ്പോൾ ഒരേ ഭാവമേ ഉള്ളൂ, മാതൃത്വഭാവം. അതിലപ്പുറത്തേക്കൊന്നുമില്ല. ശരിക്ക് കൈകേയി എന്താ ചെയ്തത്, ശ്രീരാമൻ ജീവിതത്തിൽ എന്തൊരു കാര്യമാണോ ചെയ്യേണ്ടത് അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയേ ചെയ്തിട്ടുള്ളൂ. കൈകേയി ചെയ്തില്ലെങ്കിൽ ഇന്ന് രാമായണം നമ്മൾ വായിക്കുമോ? ശ്രീരാമചന്ദ്രൻ സീതാദേവിയും കൂടിയിട്ട് അയോധ്യയിൽ കേമായിട്ട് ഇങ്ങനെ കഴിഞ്ഞേ ഇനി രാമായണം. അതല്ലല്ലോ ഇന്ന് രാമായണം നമുക്ക് ഇത്ര ഇതാവാൻ കാരണാരാ? ഈ കൈകേയിയാണ്. ആലോചിച്ച് നോക്കൂ, അതിൻ്റെ ബുദ്ധി പ്രവർത്തിച്ചതാരാ? മന്ദരയാണ്. നമ്മൾ മന്ദരയും കൈകേയിയും ഒന്നും കുറ്റം പറയണ്ട. അവരാണ് ശരിക്കും രാമായണം ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു കണക്കിൽ നോക്കുമ്പോൾ അങ്ങനെയല്ലേ? അതേപോലെ നമ്മൾ ഇവർ തമ്മിൽ ആ അമ്മമാരെയുള്ള ബഹുമാനിക്കലേ ഇങ്ങനെ ഓരോന്ന് ഇതിൽ നോക്കിയിട്ട് ഇങ്ങനെ കഴിഞ്ഞതിൻ്റെ ശേഷം എല്ലാവരും കൂടി ഭരതൻ്റെ ആ ആശ്രമത്തിൽ ഉണ്ടല്ലോ അവിടേക്ക് പോയി. അവിടുന്ന് പിന്നെ പിറ്റേ ദിവസം ശ്രീരാമ പട്ടാഭിഷേകത്തിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്യാൻ ഭരതൻ ശത്രുഘ്നൻ തുടങ്ങിയവർ കൂടിയിട്ട് എല്ലാവരും, അതേപോലെ ദേവരെ ജടയും കെട്ടി കിടക്കാൻ മുടിയും താടിയൊക്കെ ആയിട്ട് അതൊക്കെ കളയാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്തു. ശ്രീരാമനും ലക്ഷ്മണനും എല്ലാവരും 4 പേരും അങ്ങനെയല്ലേ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് ശ്മശ്രുക്കളൊക്കെ കളഞ്ഞ് തലമുടിയൊക്കെ വെട്ടി സുന്ദരക്കുട്ടന്മാരായി എല്ലാവരും. അത് കഴിഞ്ഞതിന് ശേഷം അയോധ്യയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു. വലിയ രഥം, ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ്ണരഥം ശ്രീരാമചന്ദ്രൻ സീതാദേവിയും അതിൽ കയറിയിരുന്നു. ഭരതൻ ശത്രുഘ്നൻ ലക്ഷ്മണൻ തുടങ്ങിയവരൊക്കെ ചാമരങ്ങൾ വീശലും ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നും ചെയ്തു. വിഭീഷണനും സുഗ്രീവനും എല്ലാം ഭഗവാനെ സേവിച്ചും കൊണ്ട് അടുത്തുണ്ട്. അങ്ങനെ ഗംഭീരമായിട്ട് അപ്പോഴേക്ക് അയോധ്യയിലത്തെ സ്ഥിതി പറയണോ, അയോധ്യ സ്ത്രീകൾ ഭഗവാനെ കാണാൻ തയ്യാറായിട്ട് എല്ലാവരും അയോധ്യാപുരവാസികൾ ഭഗവാൻ എന്ന് മാത്രം വിചാരിച്ചും കൊണ്ടിരിക്കുമ്പോഴാണ് ഭഗവാൻ ഓരോരുത്തരും തട്ടുമ്പുറത്തൊക്കെ കയറി എന്നിട്ടേ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടെല്ലാം സകല വീടുകളുടെയും മുമ്പിലൊക്കെ ഗംഭീര അലങ്കാരങ്ങൾ എന്തൊക്കെയാ. ആ അയോധ്യ ശ്രീരാമചന്ദ്രൻ വരുന്ന അയോധ്യ അങ്ങോട്ട് വിചാരിച്ചു നോക്കും മനസ്സിൽ.
നമ്മളുടെ മനസ്സിലാണ് ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ വരുന്നുണ്ട്, എന്തൊക്കെ നമ്മൾ ചെയ്യുക ആലോചിച്ച് നോക്കൂ. എന്താ അതിൻ്റെ കരുത്? ഇവിടുന്ന് കാട്ടിലേക്ക് വസിക്കാൻ പോയ ആള് രാവണ വിജയം കൂടി കഴിഞ്ഞിട്ട് ലോകാധിനാഥനായിട്ടാണ് ഇവിടെ വരുന്നത്. ആ മനസ്സിൽ അതിൻ്റെ ഒരു ആനന്ദവും അതിൻ്റെ ഒരു സന്തോഷമൊക്കെ എത്ര ഉണ്ടാവുക. അതോട് കൂടിയിട്ട് എല്ലാവരും വളരെ പരമാനന്ദമായിട്ട് ശ്രീരാമചന്ദ്രനെയും കൊണ്ട് പോവാണ്. അവിടെ അഭിഷേകത്തിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്യാനൊക്കെ ഏർപ്പാട് ചെയ്തു. ഈ വാനരന്മാരൊക്കെ അതുപോലെ വിഭീഷണൻ തുടങ്ങിയവർക്ക് പ്രത്യേക സൗകര്യങ്ങൾ, താമസിക്കാനുള്ള സൗകര്യങ്ങൾ, അവർക്ക് പോകാൻ വേണ്ടിയിട്ട് ആനകൾ, കുതിരകൾ, രഥങ്ങൾ തുടങ്ങിയിട്ടുള്ള ഏർപ്പാടുകൾ. വാനരന്മാരൊക്കെ എത്ര ഇതായിട്ടാണ് സന്തോഷമായിട്ടാണ് ഭഗവാൻ കാണുന്നറിയോ. ദേവേന്ദ്രൻ അവിടുന്ന് പറയുമ്പോൾ ദേവേന്ദ്രൻ എന്താ ഞാൻ ചെയ്യേണ്ടത്? നിക്ക് ഇതൊന്നുമില്ല, വാനരന്മാർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. പുഴകളൊക്കെ തേനായിട്ട് കൊടുക്കണം. വാനരന്മാർ വെള്ളം കുടിച്ചാൽ തേന് കുടിക്കുന്ന കൂട്ടത്തിലാവണം. പക്വഫലങ്ങളെ പോലെ ആവണം. പച്ചക്കായയും കുടിയും ആണല്ലോ. കുറങ്ങന്മാർ പച്ചക്കായയും തിന്നുമല്ലോ ഇല്ലേ? അവർക്കത് മധുര. എന്താ കാരണം? ഭഗവാന്റെ അനുഗ്രഹമാണ്. വാനരന്മാർക്ക് എല്ലാം ചെയ്തു. അതേപോലെ വിഭീഷണൻ ഭഗവാനെ സൽക്കരിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നെ അല്ല, വാനരന്മാരെ സൽക്കരിച്ചാൽ മതി, എന്നാൽ എന്നെ സൽക്കരിച്ചതിൻ്റെ ഫലമായി എന്നോട് വിഭീഷണൻ വാനരന്മാരെ ഗംഭീരമായിട്ട് സൽക്കരിക്കേണ്ട. വിഭീഷണൻ്റെ അഭിഷേകം കഴിഞ്ഞ ശേഷം ഭഗവാനോട് പറഞ്ഞല്ലോ, സീതാദേവിയും കൊണ്ട് ഇവിടെ താമസം, എന്നെ ആരും സൽക്കരിക്കേണ്ട, ഞാൻ ഈ 14 കൊല്ലം കഴിഞ്ഞിട്ടേ നാടിലേക്ക് പോവുള്ളൂ, കാട്ടുന്ന. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പുറത്ത് നിൽക്കുകയുള്ളൂ, ലങ്കയുടെ പുറത്തേ എനിക്കുള്ള സ്ഥാനമുള്ളൂ, ലങ്കയുടെ ഉള്ളിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞു. അപ്പം പറയാ വാനരന്മാർ. അപ്പോൾ വാനരന്മാർക്ക് വേണ്ടത് മുഴുവൻ വിഭീഷണൻ കൊടുത്തതാണ്. അവർ പരമാനന്ദത്തിൽ. ദേവേന്ദ്രൻ എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ ഈ യുദ്ധത്തിൽ മരിച്ച സകല വാനരന്മാരെയും ജീവിപ്പിക്കണം എന്ന് പറഞ്ഞു ദേവേന്ദ്രനോട്. സകല വാനരന്മാരും ജീവിച്ചു, ഒറ്റ ആൾക്ക് മരണം ഉണ്ടായില്ല. ഇതന്നെയാണ് ഭഗവാനെ ആശ്രയിച്ചാൽ, ഭഗവാന് വേണ്ടിയിട്ട് കർമ്മം ചെയ്താൽ എന്താ ഫലം എന്ന് ചോദിച്ചാൽ ഈ വാനരന്മാർക്ക് കിട്ടിയത് കണ്ടാൽ മതി, വേറെ ഒന്നും വേണ്ട. വിഭീഷണന് കിട്ടിയത് കണ്ടാൽ മതി. നമ്മളൊക്കെ എന്താ നാമം ചൊല്ലിയിട്ട്, എന്താ രാമായണം വായിച്ചിട്ട്, എന്താ ഭഗവാനെ ആശ്രയിച്ചിട്ട് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഇത് രാമായണം പറയുന്നു. ഓരോന്നും വെവ്വേറെ. നമ്മളത് സംശയിക്കേണ്ട ആവശ്യമില്ല. അത് ഉറച്ച് അനുഭവം വെച്ചിട്ട് അങ്ങോട്ട് പറയാണ് രാമായണം ഓരോന്നും. അങ്ങനെ ഇവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു, എല്ലാം ഈ അങ്ങനെ അയോധ്യയിലെത്തി ഭഗവാൻ അമ്മമാരെയൊക്കെ നമസ്കരിച്ചു. ഓരോ ഇതുകളും പോയിട്ട് ഈ ഹിന്ദിയിലുള്ള രാമായണത്തിൽ കാണിക്കുന്നുണ്ട്. കൈകേയിയായിട്ടുള്ള ഒരു മനോഭാവത്തിൻ്റെ വിഷമം ഭരതനുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ കൈകേയിയെ നമസ്കരിക്കുമ്പോൾ ഭരതൻ എന്താ വേണ്ടതെന്ന് ചെല്ലാണ്ടെങ്കിലും തോന്നാണ്. ഒപ്പം കൂട്ടിയിട്ട് നമസ്കരിച്ചു, ഭരതനെ കൂട്ടിയിട്ട്. അമ്മയ്ക്ക് തെറ്റൊക്കെ പറ്റാം, പക്ഷെ അതൊന്നും നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമില്ല. അമ്മമാർക്ക് തെറ്റുകളൊക്കെ പറ്റാം, പക്ഷെ തന്നെ ഈ നിലയ്ക്കാക്കിയതാരാ ഇല്ലേ? ഈ കയ്യും കാലിട്ട് ഇങ്ങനെ അടിച്ച കാലത്ത് ഈ പ്രസവവേദന അനുഭവിച്ചുള്ള ക്ഷീണത്തോടു കൂടിയിരിക്കുന്ന ഈ അമ്മയാണ് നീട്ടിയിരുന്നിട്ട് നമുക്ക് സ്തന്യം തന്നത് അല്ലേ? അത് മറക്കാൻ പാടുമോ? അപ്പം അമ്മമാരെ ഒരിക്കലും ഇതാക്കരുത്. നല്ലൊരു ഉപദേശമുണ്ട് അവിടെ. ഈ ഹിന്ദി ഇതിൽ കണ്ടതാ, പുസ്തകത്തിൽ. ഇങ്ങനെ ആ ഓരോന്നും കഴിഞ്ഞ് ശ്രീരാമന് പട്ടാഭിഷേകത്തിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാൻ പറഞ്ഞു. വാനരന്മാരോട് സ്വർണ്ണ കലശങ്ങളിൽ 4 പുറത്ത് നദികളിൽ 7 സമുദ്രത്തിലെത്തിയും ജലം കൊണ്ടുവരാൻ അത് ഹനുമാൻ അങ്കേതൻ തുടങ്ങിയിട്ടുള്ള ആളുകളെ അതിന് ചെയ്തു. അത് മലയപർവ്വത പത്രത്തിൽ കെട്ടി നദി കൊണ്ടുവരാൻ മുനിമാരെയൊക്കെ ഏർപ്പാട് ചെയ്തു, കലശങ്ങൾ പൂജിക്കാൻ. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ശുദ്ധ പദാർത്ഥങ്ങൾ സംഭരിച്ചിടിനാർ രത്നസിംഹാസനെ രാമനെയും ചേർത്തു. പത്നിയെയും വാമഭാഗേ വിനിവേശ വാമദേവൻ മുനി ജാബാലി ഗൗതമൻ വാൽമീകി എന്നിവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്ക് അഭിഷേകവും ചെയ്തിതു. ജാനകീകാന്തസ്മരണം
ജയ ജയ രാമ രാമ. ഇമാരെല്ലാവരും ആ രക്ത കുംഭങ്ങളിൽ അഭിഷേകജലം ശ്രീരാമനങ്ങൾ കൊടുത്തിട്ട് അഭിഷേകം ചെയ്തു. എന്നിട്ട് ആ പൂജിച്ച് വെച്ച കലശങ്ങളൊക്കെ ആടി ഗംഭീരായി. എന്നിട്ട് അതിന് ശേഷം ഓരോരുത്തരും പൊന്നിൻ കലശങ്ങളായിരത്തെട്ടുമങ്ങന്യൂനശോഭം ജപിച്ചാർമറകളും നക്തഞ്ചരീന്ദ്രനും വാനരവീരരും രത്നദണ്ഡം പൂണ്ടചാമരം വീനാർ. ശത്രുഘ്നവീരൻ കുട പിടിച്ചിടിനാൻ, ക്ഷത്രിയ വീരരുപചരിച്ചിടിനാർ. ലോകപാലന്മാരുപദേവന്മാരും ആകാശമാർഗേ പുകഴ്ന്നു തുടങ്ങിനാർ. എല്ലാവരും ഭഗവാനെ ഈ അഭിഷേകം കഴിഞ്ഞ് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ, സീതാ സംയുക്തനായ ശ്രീരാമചന്ദ്രൻ, ലക്ഷ്മണ മാരുത സേവിതൻ, ഭരത ശത്രുഘ്ന സേവിതനായിരിക്കുന്ന, വിഭീഷണ സുഗ്രീവ സേവിതനായിരിക്കുന്ന ആ ഭഗവാനെ നമ്മൾ ആ അഭിഷേകം ചെയ്ത് മനസ്സിലെടുക്കാണ്. ഞാൻ ഇത് പറയുമ്പോൾ ചാവക്കാടുള്ളവർ കണ്ണ് ചിമ്പിയാടിയിരിക്കും. ആ അമ്മമാർ എന്തൊരു ഭക്തി അവർക്ക് അറിയും. വളരെ സാധുക്കളാണ്, ഈ മത്സ്യത്തിൻ്റെ പ്രവൃത്തിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. പക്ഷെ അവരുടെ ഭക്തി കണ്ടാൽ നമുക്ക് കൈ തൊടും. ഇന്നലെ രാധയുടെ പ്രഭാഷണം, ഇന്ന് എൻ്റെ ആണ് അവിടെ. ഈ ശ്രീരാമാഭിഷേകം അങ്ങോട്ട് പറയുമ്പോൾ അവരുടെ കണ്ണിന്നൊക്കെ വെള്ളം ഇങ്ങോട്ട് വരും. എന്നിട്ട് ഹാരം മാരുതൻ കയ്യിൽ കൊടുത്ത ചീഴാൻ ദിവ്യപാനം മഹേന്ദ്രൻ മനുകുലനാഥന്, സാക്ഷാൽ ദേവേന്ദ്രൻ വായുദേവൻ്റെ അടുത്ത് നല്ലൊരു ഹാരം കൊടുത്തയച്ചു എന്ന് പറയാ. എന്നിട്ട് ആ ഭഗവാന്റെ അതുങ്ങടെ വർണ്ണിക്കുകയാണ്. സ്നിഗ്ധദുർവാദളശ്യാമളം കോമളം പത്മപത്രേക്ഷണം സൂര്യകോടിപ്രഭം ഹാരകിരീടവിരാജിതം രാഘവം മാരസമാനലാവണ്യം മനോഹരം പീതാംബരപരിശോഭിതം ഭൂധരം സീതയാ വാമാംഗസംസ്ഥയാരാജിതം രാജരാജേന്ദ്രം രഘുകുലനായകം രാജീവബാന്ധവ അംശസമുദ്ഭവം രാവണനാശനം രാമം ദയാപരം സേവകാഭീഷ്ട സേവ്യമനാമയം. ഭക്തി കൈക്കൊണ്ടുമാദേവിയോടും വന്നു ഭർഗനും അപ്പോൾ സ്തുതിച്ചു തുടങ്ങിനാൻ. ഓരോരുത്തരും വന്നിട്ട് പിന്നെ സ്തുതിക്കാതെ ദേവഗന്ധർവന്മാർ ഉമാദേവിയോടുകൂടി ശ്രീപരമേശ്വരൻ ശിവസ്തുതി വളരെ കേമായിട്ടുണ്ടതിൽ. അതേപോലെ ദേവേന്ദ്രൻ, ആദിത്യരുദ്രവസുപ്രഭുകൾ, പിതൃക്കൾ, യക്ഷന്മാർ, ഗന്ധർവന്മാർ, കിന്നരന്മാർ, കിംപുരുഷന്മാർ, സിദ്ധസമൂഹം, സിദ്ധന്മാരെല്ലാവരും, വിദ്യാധരന്മാർ, അപ്സരസുകൾ, ചാരണന്മാർ, ഉരകന്മാർ, മരുത്തുക്കൾ, തമ്പുരു, നാരദൻ തുടങ്ങിയിട്ട് അമ്പരചാരികൾ മുഴുവൻ ശ്രീരാമചന്ദ്രൻ്റെ ഈ പട്ടാഭിഷേകം കഴിഞ്ഞിട്ട് എല്ലാവരും വന്ന് സ്തുതിച്ചു. വളരെ സിംഹാസനോപരി സീതയാ സംയുതം സിംഹപരാക്രമം സൂര്യകോടിപ്രഭം സോദര വാനര താപസ രാക്ഷസ ഭൂദേവവൃന്ദ നിഷേവ്യമാണംബരം രാമാഭിഷേക തീർത്ഥാർദ്ര വിഗ്രഹം ശ്യാമളം കോമളം ചാമീകരപ്രഭം ചന്ദ്രബിംബാനനം ചർവായുധപ്രജം ചന്ദ്രിക മന്ദഹാസോജ്വലം രാഘവം ധ്യാനിപ്പവർക്ക് അഭീഷ്ടാസ്പദം കണ്ടു കണ്ടാനന്ദം ഉൾക്കൊണ്ടിരുന്നിതെല്ലാവരും. ഭഗവാന്റെ രൂപം വർണ്ണിച്ചില്ലേ? അതേപോലെ ആ സൂര്യകോടി പ്രഭയോടുകൂടിയിരിക്കുന്ന ഭഗവാനെ കണ്ട് എല്ലാവരും ആനന്ദിച്ചു. അയോധ്യയിലുള്ളവരും നമ്മളും. ഇന്ന് രാമായണത്തിൻ്റെ പരിസമാപ്തി കുറിക്കുന്ന നമ്മളും നമ്മളുടെ ഹൃദയം കൊണ്ട് ആ ശ്രീരാമചന്ദ്രൻ്റെ പട്ടാഭിഷേകം കഴിഞ്ഞിരിക്കുന്ന സീതാസമേതനായ ശ്രീരാമചന്ദ്രനെ കണ്ട് ആനന്ദിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ.
അങ്ങനെ നമ്മളെല്ലാവരും ആനന്ദിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഓരോന്ന് ചെയ്യുക, ഓരോരുത്തർക്കും വേണ്ട കാര്യങ്ങളൊക്കെ വേണ്ട. ആദ്യം ഗുഹന് വേണ്ടത് കൊടുത്തു. ഗുഹൻ തൻ്റെ കൂട്ടുകാരനാണ്. ആ ഗുഹന് വേണ്ട സാധനങ്ങളൊക്കെ കൊടുത്ത് ദിവ്യാംബരങ്ങൾ എല്ലാം. എന്നിട്ട് പറയാ, ഗച്ഛതാക്കി പുരം ശൃംഗിവേരം ഭവാൻ മൽചരിത്രങ്ങളും തിഞ്ചിച്ചു വാഴുക നീ. എൻ്റെ ചരിത്രം എടുത്ത് നമ്മളോടൊക്കെ ഇപ്പോൾ പറയണത്, ഇപ്പം രാമായണം കഴിഞ്ഞിട്ട് ഇപ്പം ഇന്ന് നമ്മളവിടെ പോവും. ഓരോരുത്തരും ഓരോ വഴിക്ക് പോവും. പിന്നെ വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയൊക്കെ നാമം ചെല്ലാനേ ഇങ്ങോട്ട് വരുള്ളൂ അല്ലേ? പക്ഷേ ഈ ശ്രീരാമചന്ദ്രൻ്റെ ഈ 31 ദിവസത്തെ കഥകളെല്ലാം കേട്ടെന്ന് ശ്രീരാമ പട്ടാഭിഷേകവും നമ്മൾ മനസ്സുകൊണ്ട് കണ്ട് നമ്മൾ ഇവിടെ ഇനി ഇത് എപ്പോഴും മനസ്സിൽ വിചാരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ആ രൂപം കൂടി വർണ്ണിച്ചു തന്ന് ആ സൂര്യക്കുടി അത് വിചാരിച്ചും കൊണ്ട് ഇരിക്കുമെന്ന് ഗുഹനോട് പറഞ്ഞു. ഗുഹൻ തനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹ ആശിസ്സുകളും അതേപോലെ പ്രസാദങ്ങളും ഭഗവാൻ കൊടുത്തിട്ടുള്ള ആ സമ്മാനങ്ങൾ മുഴുവൻ കൊണ്ട് പോയി. പിന്നെ മർക്കടനായകന്മാർക്ക് എല്ലാവർക്കും വേണ്ടതൊക്കെ ധാരാളം കൊടുത്തു. എന്നിട്ട് കിഷ്കിന്ധയിലേക്ക് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. സുഗ്രീവനും വേണ്ടതെല്ലാം കൊടുത്ത് കിഷ്കിന്ധ പോയിട്ട് സുഖമായിട്ട് വസിക്കൂ. ഏട്ടനെ പോലെ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ആളാവരുത്, എല്ലാവരെയും സ്നേഹിക്കണം എന്നുള്ളതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. സീതയുടെ അച്ഛനായിരിക്കുന്ന ജനകന് ധാരാളം സീതയെ എന്തൊക്കെയാണ് വേണ്ടതെങ്കിൽ അച്ഛന് കൊടുക്കൂ, മതിയാവോളം കൊടുക്കൂ എന്ന് പറഞ്ഞ് സീതാദേവിയെ കൊണ്ട് അച്ഛന് വേണ്ടതെല്ലാം കൊടുത്ത് നമസ്കരിപ്പിച്ചു. താനും നമസ്കരിച്ചു. ജനകന് വേണ്ടതെല്ലാം കൊടുത്ത്. അതേപോലെ കാശിരാജാവിനും വസ്ത്രാഭരണങ്ങളെല്ലാം കൊടുത്ത്. അത് കഴിഞ്ഞ വിഭീഷണനെ ആലിംഗനം ചെയ്ത് ആചന്ദ്രതാരകം ലങ്കയിൽ വാഴക നീ നാശമരീകളാലുണ്ടാകയില്ലതേ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിച്ചു. സൂര്യചന്ദ്രന്മാരുള്ളോടത്തോളം കാലം നീ ലങ്കയിൽ താമസിച്ചോളൂ, നിനക്ക് ഇനി ശത്രുദോഷം എന്ന് പറഞ്ഞത് ഒരാളെ കൊണ്ടും ഒരു ദോഷം എന്നെ മറന്നു പോകാതെ നിരൂപിച്ചു പുണ്യജനാധിപനായി വസിച്ചിടടോ. ഇതൊക്കെ നമുക്ക് തരുന്ന ഉപദേശ. ഈ വിഭീഷണന് കൊടുക്കണത് നമ്മളിപ്പോൾ ഇവിടുന്നാട് പോയാൽ അങ്ങനെ വേണം വിചാരിക്കാൻ. വിഷ്ണുലിംഗത്തെയും പൂജിച്ചു നിത്യവും വിഷ്ണു പരായണനായി വിശുദ്ധാത്മനാമുക്തനായി വാടിയിടുകെന്ന് നിയോഗിച്ചു. മുക്താഫല മണി സ്വർണ്ണാഭരണങ്ങളും എല്ലാം നല്ലോണട് കൊടുത്തു. സ്വർണ്ണാഭരണങ്ങളെ ഇനി കൊടുക്കാനൊന്നും ബാക്കിയില്ല. വിഭീഷണനെ അങ്ങോട്ട് സമ്മാനങ്ങളെ കൊണ്ട് അങ്ങോട്ട് നിറച്ചു. ആ വിഭീഷണൻ്റെ ഒരു സഹായം കൊണ്ടാണ് ലങ്കയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റിയതെല്ലാം. വിഭീഷണൻ ഇല്ലെങ്കിൽ നടക്കുമോ? സുഗ്രീവൻ ഇല്ലെങ്കിൽ നടക്കുമോ? അതൊക്കെ ഭഗവാന് നല്ല. ഭഗവാന് വേണ്ടി നമ്മളെ എന്ത് ചെയ്താൽ ഭഗവാൻ ഒരിക്കലും മറക്കില്ല. ഒന്നും വേണ്ട, എനിക്കൊന്നും വയ്യ എൻ്റെ ഭഗവാനെ ശ്രീരാമചന്ദ്ര എന്ന് പറഞ്ഞിട്ട് ആ മനസ്സിലൊന്നും ഭഗവാനെ ഓർമ്മിച്ചാൽ മതി, ഭഗവാനെ മറക്കില്ല. അത്രയും പ്രാധാന്യമാണ് ശ്രീരാമചന്ദ്രൻ്റെ ഈ സ്വഭാവത്തിന് എന്ന് പറയാണ്. എല്ലാം കഴിഞ്ഞ വിഭീഷണനും വളരെ സന്തോഷത്തോടു കൂടി എന്നാൽ ഗദ്ഗദ വർണ്ണേന യാത്രയും ചൊല്ലിനാൻ നിർഗമിച്ചോൻ ഒരു ജാതി വിഭീഷണൻ. നമ്മളിപ്പോൾ എങ്ങനെയാണ് കഴിഞ്ഞാട് പോകുമ്പോൾ കഴിയുമ്പോഴേക്ക് 12 മണിയാകുമ്പോഴേക്ക് വിശപ്പ് വരണം. അപ്പോൾ ഊണഴിക്കണ്ടോ വെച്ചിട്ട് അങ്ങോട്ട് പോവും. അത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം വിചാരിച്ചിട്ട് വീട്ടിലേക്ക് പോവും. അങ്ങനെയല്ലേ? പോവാണ്ടിരിക്കാൻ വയ്യ എന്നുള്ളതുകൊണ്ടാണ് ഈ പോണത്. വിഭീഷണനും അങ്ങനെയാണ്. പൊയ്ക്കോളൂ എന്ന് ഭഗവാൻ ഗദ്ഗദത്തോടു കൂടി പറഞ്ഞപ്പോഴും ഗദ്ഗദത്തോടു കൂടിയിട്ട് വിഭീഷണൻ നിർഗമിച്ചാൻ ഒരു ജാതി വിഭീഷണൻ. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയി തന്നെ ഉള്ളൂ എന്ന്. അതാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇതിന്ന് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ശ്രീരാമൻ്റെ രാജ്യഭാര ഫലമാണ് നമ്മൾ എന്താ ശ്രീരാമൻ്റെ രാജ്യത്തിൽ വാണാനുള്ള ഫലം എന്നുള്ളതാണ്. രാമരാജ്യം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽക്കൊക്കെ കേൾക്കാണ്ട് എന്താ രാമരാജ്യം എന്നുള്ളതാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോണത്.
ജാനകീദേവിയോടും കൂടി രാഘവൻ ആനന്ദമുൾക്കൊണ്ടു രാജഭോഗാന്വിതം അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്തു വിശ്വപവിത്രയാം കീർത്തിയും പൊങ്ങിച്ചു നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്കു വിശ്വമെല്ലാം പരിപാലിച്ചരുളിനാൻ. ആധ്യാത്മിക കർമ്മങ്ങളെല്ലാം ചെയ്തു, ഭൗതികമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടതെല്ലാം ചെയ്തു. മാത്രോ ആധ്യാത്മികമായിട്ട് യാഗങ്ങൾ ചെയ്യുക, ഭഗവാനെ സ്മരിക്കാം, ഭഗവത് കാര്യങ്ങൾ ചെയ്യുക, ആധ്യാത്മിക കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് എങ്ങനെ നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്കു പരമാനന്ദം വരുത്തി പ്രജകൾക്ക്. അതാണ് നിശേഷ സൗഖ്യം. ഒരു ദുഃഖമില്ല, സൗഖ്യം മാത്രം പ്രജകൾക്ക് വരുത്തിയിട്ട് വിശ്വമെല്ലാം പരിപാലിച്ച ആ ഭൂമി പരിപാലിച്ചു, അയോധ്യ നഗരം കൊണ്ട് പരിപാലിച്ചു. എന്നിട്ട് പോവുക ഈ ആധ്യാത്മികമായിട്ട് ഉള്ള കർമ്മങ്ങളോട് കൂടിയിട്ട് ഭൗതികത്തിന് വേണ്ടി ചെയ്താലത്തെ ഗുണങ്ങളാണ് ഇപ്പോൾ തുടങ്ങി വർണ്ണിക്കാൻ പോണത്. വൈദവ്യ ദുഃഖം വനിതമാർക്കില്ലൊരു വ്യാധിഭയവും ഒരുത്തർക്കുമില്യമേ. ഭർത്താവ് മരിച്ചു, ഭാര്യ മരിച്ചു എന്നുള്ള ദുഃഖം ആർക്കുമില്ല. ദമ്പതികൾ വളരെ പരമാനന്ദമായിട്ട് ജീവിക്കണം. സത്യപരിപൂർണയല്ലോ ധരിത്രിയും ദസ്യുഭയവും ഒരിടത്തുമില്ലല്ലോ. ധാരാളം സസ്യങ്ങളും ലതകളും കൃഷിയും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ടാവണു. പിന്നെ കള്ളന്മാരെ യാതൊരു ഭയമില്ല. ബാലമരണമകപ്പെടാവോ മാറില്ല, കാലി വർഷിക്കുമല്ലോ ഘനങ്ങളും. ബാലമരണങ്ങളില്ല, സമയത്ത് മഴ പെയ്യും. അല്ലാണ്ട് ഉരുൾപൊട്ടലുണ്ടാവാൻ മഴ പെയ്യല്ല ചെയ്യുക, വെള്ളപ്പൊക്കം ഉണ്ടാവാൻ മഴ പെയ്യുക. മഴയുടെ മട്ടിൽ പെയ്യും. അതുകൊണ്ട് നമുക്ക് കൂടെ ഉണ്ടാവും. ഇപ്പം മഴയും കൂടെ നിന്നാൽ പിന്നെ AC വേണം, അല്ലെങ്കിൽ ഫാൻ വേണം. ആ തണുപ്പ് ഭൂമിയിൽ നിൽക്കുന്നില്ലല്ലോ. അങ്ങനെയൊന്നല്ല, നല്ല കാര്യങ്ങൾ ചെയ്താൽ ആ ഭൂമിക്കും ആ പ്രകൃതിക്കും തന്നെ അതിൻ്റെ ഗുണം ഉണ്ടാവും. അതിൽ യാതൊരു സംശയവും വേണ്ട. ശ്രീരാമചന്ദ്രൻ അങ്ങനെയാണ് ചെയ്തത്. പ്രകൃതിക്ക് അനുകൂലമായി, ഭഗവാൻ അനുകൂലമായി, സസ്യങ്ങൾക്കും മറ്റേ പ്രജകൾക്കും അനുകൂലമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം ഗുണം ഉണ്ടാവാണ്ടിരിക്കില്ലല്ലോ. അത് ധാരാളത്തിലേറെ ചെയ്തു എന്നാണ്. രാമപൂജാപരന്മാർ നരന്മാർ ഭുവി രാമനെ ധ്യാനിക്കുമേവരും സന്തതം. ഇങ്ങനെ നല്ലോണം ഭരിക്കുന്ന ഒരാളെ എല്ലാവരും വിചാരിക്കില്ലേ? അപ്പം ശ്രീരാമചന്ദ്രൻ്റെ മനസ്സിൽ നല്ലോണം വിചാരിക്കും. നമ്മളും ചെയ്യേണ്ടത് അത് തന്നെയാണ്. ഈ രാമായണ മാസമായിട്ട് കഴിഞ്ഞു വിചാരിച്ച് നിർത്തുമൊന്നും വേണ്ട. രാമായണം നമ്മൾ ദിവസേന ഒരു 10 വരിയെങ്കിലും വായിക്കുക എന്നുള്ളൊരു നിയമമാക്കാം. ഒരു പേജ് വായിക്കുക എല്ലാ ദിവസവും. രാത്രി കിടക്കണവരുടെ മുമ്പേ രാമായണം ഒന്ന് വായിച്ചിട്ടേ കിടക്കുള്ളൂ. എൻ്റെ അമ്മയും ചെറിയമ്മയൊക്കെ അങ്ങനെയായിരുന്നു. അസാധ്യ ഫലാട്ടോ ഈ രാമായണ പാരായണത്തിൽ ധാരാളത്തിലേറെ. എൻ്റെ ചെറിയമ്മ ഗർഭാശയ ക്യാൻസർ 3rd സ്റ്റേജിലെത്തിയിട്ടാണ് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോണത്. അവിടെ 44 ബെഡ് ഉണ്ടായിരുന്നു. ആ ബെഡിലൊക്കെ രോഗികളുണ്ടായിരുന്നു. ആകെ രക്ഷപ്പെട്ടത് എൻ്റെ ചെറിയമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ റേഡിയേഷന് വേണ്ടി അവിടെ താമസിക്കുന്ന കാലത്ത് അമ്മയുടെ ചെറിയമ്മയുടെ രാമായണം ഉണ്ടാവും. രാമായണം വായിച്ചും കൊണ്ടാണ്, രാമനാമം ജപിച്ചും കൊണ്ട്, രാമായണം ജപിച്ചും കൊണ്ട്, രാമായണം വായിച്ചും കൊണ്ട് അല്ലാണ്ട് ചെറിയമ്മയെ കാണില്ല. അങ്ങനെയായിരുന്നു. ആ ചെറിയമ്മ ഈ അസുഖം കംപ്ലീറ്റ് മാറി. 3rd സ്റ്റേജിലെത്തി ആരെങ്കിലും രക്ഷപ്പെട്ടത് ഇതേവരെ കേട്ടിട്ടുണ്ടോ? കംപ്ലീറ്റ് മാറിയിട്ട് 10-12 കൊല്ലം സുഖമായിട്ടാണ് ജീവിച്ചു. എന്നിട്ട് ആ ഡോക്ടർ പറയണ്ടായി, വാർശ്ശേരി ഇപ്പോഴും ഉണ്ടോ? 5-6 കൊല്ലം കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് കാണാൻ വേണ്ടി അവിടെ ചെന്നതാ. അപ്പോഴേക്ക് മൂപ്പര് 5 കൊല്ലം ദുബായിൽ പോയിട്ട് പിന്നെ കഴിഞ്ഞ് വന്നതാ. അപ്പോൾ അവിടെ വന്നപ്പോൾ ചെറിയമ്മ അവിടെ ചെന്നിട്ട്, ലക്ഷ്മിക്കുട്ടി വാരസ്യാർ, ഇത് പഴയതാണല്ലോ. എന്നിട്ട് ആ പഴയ ഫയൽ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ജീവിച്ചിരിപ്പോഴും ആദ്യം അവരെ വിളിച്ച് പറഞ്ഞു. ചെറിയമ്മയെ കൊണ്ടുപോയി, അമ്മയുണ്ടായിരുന്നു, അമ്മയും ചെറിയമ്മയും കൂടിയിട്ടാണ് അവിടെ. ഈ മുഖത്ത് നോക്കിയിട്ട് അദ്ദേഹത്തിന് ഇങ്ങനൊരു ഇത് പറയാനില്ല. എന്താ കാരണം എന്ന് ചോദിച്ചാൽ രാമായണം തന്നെയാണ്, രാമൻ തന്നെയാണ്. അമ്മയും ചെറിയമ്മയും ഞാനൊക്കെ ഈ രാമായണത്തിലേക്ക് എത്തിയത് എങ്ങനെ, അല്ലെങ്കിൽ കാണുമ്പോഴേക്ക് എത്തിയത് എങ്ങനെ വെച്ചാൽ അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ്, യാതൊരു സംശയമില്ല.
ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഇടുക. നേരത്തെ ഞങ്ങൾക്ക് സ്കൂളിട്ട് വന്നാൽ വെള്ളത്തിൽ ചാടലൊക്കെ കഴിഞ്ഞ് സന്ധ്യയാകുമ്പോൾ വന്നാൽ നാമം ചെല്ലൽ കഴിയുമ്പോൾ ആദ്യം തന്നെ പകലൂണാണ്. ഊണ് ആദ്യം തരും. നാമം ചെല്ലി കഴിയുമ്പോഴേക്ക് അവസാനം ഏകരഥം നമസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ വീണ് ഉറങ്ങിയിട്ടുണ്ടാവും. അവസാനം ഒരു നമസ്കരിയിൽ കഴിയുമ്പോഴാണ് കിടന്നു പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ വീണ് ഉറങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് പോയിട്ട് ഇവർ ചെറിയമ്മ ആരെങ്കിലും എടുത്തുകൊണ്ടേ കിടക്കണം. രാത്രി ഓരോ ഉറക്കം തുടങ്ങി നിൽക്കുമ്പോൾ ഉണ്ടാവും അമ്മ പണിയൊക്കെ കഴിഞ്ഞ് 10-11 മണിയായിട്ടുണ്ടാവും. ആ മുട്ടവിളക്കിൻ്റെ ഇടയിൽ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ എന്ന് കേട്ടിട്ടാ ആദ്യത്തെ ഉറക്കം ഉണരല്. വേഗം ഇട്ട് മൂത്രമൊഴിച്ചിട്ട് വന്നതിൻ്റെ ശേഷം അമ്മയുടെ മടിയിൽ കിടന്നിട്ട് ഈ രാമായണം കേട്ടുകൊണ്ട് കിടക്കും. പിന്നെ ഉറങ്ങണത് എപ്പോഴാണ്? പിന്നെ അമ്മ ഈ രാമായണം എടുത്ത് വെച്ച് എന്നെ എടുത്തിട്ട് കടത്തിയിട്ട് വേണം പിന്നെ അമ്മയ്ക്ക് കിടക്കാൻ. ഇങ്ങനെ ഉറക്കത്തിൽ രാമായണം കേട്ടിട്ടാണ് ഞാൻ ഇന്ന് ഈ രാമായണത്തിൻ്റെ ഇവിടെ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പറയാറായത്. അപ്പം രാമായണം എന്ന് പറഞ്ഞാൽ അസാധ്യ മഹത്വമുള്ള ഒരു മഹത് ഗ്രന്ഥമാണ്, യാതൊരു സംശയവുമില്ല. രാമനാമം എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ രമിപ്പിക്കുന്നത്, പരമാനന്ദമായി ജീവിപ്പിക്കാൻ ശക്തിയുള്ള ഒരു താരകബ്രഹ്മ മന്ത്രമാണ്, യാതൊരു സംശയമില്ല. ഇത് അനുഭവങ്ങൾ തന്നെ ഓരോരുത്തരും, നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കൂ. ഇവിടെ ഇപ്പം അനവധി ആളുകൾ ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ. നമ്മൾ എന്താ ഇപ്പം ഈ രാമായണ കാലത്ത് ഇപ്പോൾ ഓരോരുത്തരെയും എത്ര ബുദ്ധിമുട്ടിയിട്ടാവോ, എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടാണ് ഈ രാവിലെ 9 മണിക്ക് മുമ്പേ ഇവിടെ വന്ന് ഇല്ലേ. എന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ കാര്യം എന്താണെന്നുള്ള അനുഭവത്തിൽ വരുമ്പോഴാണ് അറിയാം. ഇല്ലേ, ആരെങ്കിലും മുഖത്ത് ഈ ഒരു പുഞ്ചിരിയുടെ ഭാവം അല്ലാണ്ട് നിലൊളിച്ചും കൊണ്ടുള്ള ഒരു ഭാവം ആരെങ്കിലും ഒരാളുടെ മുഖത്ത് കാണാണ്ടോ? എന്താ കാരണം? ഉള്ളിൽ ശ്രീരാമചന്ദ്രനാണ് ഉള്ളില്, കാടാമ്പുഴ ഭഗവതിയാണ് ഉള്ളില്, ഗുരുവായൂരപ്പനാണ് ഉള്ളില്. നാവുമ്പിലെന്താ? രാമനാമാണ്, നാരായണനാമാണ്, അമ്മേ നാരായണ മന്ത്രമാണ്. പിന്നെ ഉള്ളിൽ ആ ശോഭ പുറത്തേക്ക് ഇങ്ങോട്ട് മുഖത്തു കൂടിയേ വരാണ്ടിരിക്കുവോ? ഈ കലികന്മഷാദികളൊന്നും നമ്മളുടെ ഉള്ളിലേക്ക് വരില്ല, വന്നാൽ അത് പുറത്തേക്ക് ചാടും. എന്താ നാമം ചെല്ലുണ്ട് നമ്മൾ. അതേപോലെ ഈ അവിടെയുള്ള ആളുകളേതാണ് വർണ്ണാശ്രമങ്ങൾക്കെല്ലാം യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് ഈ എല്ലാവനും ഉണ്ടനുകമ്പ മാനസേ നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ. അതല്ലേ വേണ്ടു, നല്ല ചിന്തയെ വേണ്ടു, എന്നാൽ തന്നെ മനുഷ്യൻ നന്നായി. നോക്കുമാറില്ലാരുമേ പരതാരങ്ങൾ ഓർക്കയുമില്ല പരദ്രവ്യമാരുമേ. ആരാൻ്റെ ഭാര്യയെ നോക്കന്നില്ല. അപ്പം അതേ ഉള്ളൂ ഇപ്പം നമ്മളുടെ നാട്ടിൽ. എന്താ ആര് നാമനാമം ചെല്ലില്ല, അമ്മമാരില്ല. അതാണ് നമ്മളുടെ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ഈ തോന്നിയാസികളുടെ പിന്നാലെ പോകാൻ കാരണം എന്താ അറിയോ? ഒരു സഹസ്രനാമം ജപിക്കില്ല, ലളിതാ സഹസ്രനാമം ജപിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖത്ത്, രാമനാമം ജപിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് അനാവശ്യമായിട്ടൊരു വാക്ക് പറയാനോ നോക്കാനോ ധൈര്യം ഉണ്ടാവില്ല. ഏത് തെമ്മാടിയായാലും ഇല്ല, ആധ്യാത്മിക ശക്തി ഉള്ളിൽ കിടന്നിറങ്ങിയാൽ ഒരുവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് മൂത്രാട് പോവും. അതിന് ഉള്ളിൽ ശക്തി ഉണ്ടാവണം. ശക്തിൻ്റെ അവിടേക്ക് നാമം ചെല്ലണം, ഗ്രന്ഥങ്ങൾ വായിക്കണം, സഹസ്രനാമം ജപിക്കണം. ഇതൊന്നും ചെയ്യാണ്ട് തനി വിഡ്ഢികളായിട്ട് തിന്നാനും വേഷം കെട്ടി നടക്കാനും മാത്രം നടക്കുന്ന പെൺകുട്ടികളെയാണ് ഈ വേണ്ടാത്തതിലൊക്കെ ചെന്ന് പെട്ടുന്നത്. നമ്മളെ കുട്ടികളോട് പറയൂ, നാമം ചെല്ലാൻ പറയൂ, രാമായണം വായിക്കാൻ പറയൂ, സഹസ്രനാമം ചെല്ലാൻ പറയൂ. അവരാരും വേണ്ടാത്ത വഴിക്ക് പോവില്ല, ഉറപ്പാണ്. ഇപ്പം ഈ മയക്കുമരുന്നിലും ഈ ജിഹാദികളുടെ തെമ്മാടിത്തത്തിലൊക്കെ കുടുങ്ങണത് അങ്ങനെ അല്ലാത്ത ആളുകളാണ് അല്ലേ? നോക്കൂ, നാമം ചെല്ലണ ഏതെങ്കിലും കുട്ടികൾ ജിഹാദികളുടെ ഇതിൽ കുടുങ്ങിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുടുങ്ങില്ല. അവർ മുഖത്ത് നോക്കാൻ ധൈര്യം ഉണ്ടാവില്ല. അത് നമ്മളുടെ ശക്തി നമ്മൾ വർദ്ധിപ്പിക്കണം, അതാ വേണ്ടത്. അതുകൊണ്ട് ആരാൻ്റെ പെണ്ണുങ്ങളെ ഒരാൾ നോക്കില്ല, ആരാൻ്റെ സ്വത്ത് വേണമെന്ന് വിചാരിക്കില്ല, യാതൊന്ന്. ഇന്ദ്രിയ നിഗ്രഹമെല്ലാവനുമുണ്ടു, നിന്ദയുമില്ല പരസ്പരമാർക്കുമേ. തമ്മിൽ നിന്ദയില്ല. തൻ്റെ ഇന്ദ്രിയങ്ങളെ തനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കും ഓരോരുത്തർക്കും. നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ. കുട്ടികളെ അച്ഛൻ എങ്ങനെ രക്ഷിക്കുക, അതേപോലെയാണ് ശ്രീരാമചന്ദ്രൻ പ്രജകളെ രക്ഷിച്ചേർന്നത് എന്ന്. സാകേതവാസികളായ ജനങ്ങൾക്കു ലോകാന്തര സുഖ എന്തൊന്നിതിൽ പരം. ആ സാകേതവാസികൾ അയോധ്യയിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇതിൽ പരം എന്തൊരു സുഖമാണ് കിട്ടാനുള്ളത്.
പരമാനന്ദത്തോടു കൂടിയിട്ടാണ്. വൈകുണ്ഠ ലോകഭോഗത്തിനു തുല്യമായി മോഹങ്ങളകന്നു മരുവിരാൻ. വൈകുണ്ഠത്തിൽ താമസിക്കണവരില്ലേ, അതേപോലെ പരമാനന്ദമായിട്ട് അയോധ്യയിലെ ശ്രീരാമചന്ദ്രൻ്റെ ആ ഭരണത്തിലെല്ലാവരും നമ്മളെ അങ്ങോട്ട് അമർന്നു കഴിഞ്ഞു എന്നാണ് അതിൽ പറഞ്ഞത്. അതാണ് ഇപ്പം നമ്മൾ പാടിയത്. രാമചരിതം കേൾക്കുക, രാമധർമ്മം ചെയ്യുക, രാമതത്വമുള്ളിലാക്കി രാമരാജ്യം വാഴുക. നമുക്ക് ഈ ലോകം മുഴുവൻ അങ്ങനെ നമ്മൾ അങ്ങനെയാക്കാൻ പറ്റി, രാമരാജ്യമാക്കാൻ പറ്റി നമുക്ക് ഇല്ലേ? നാമം ചൊല്ലിയിട്ട് രാമായണം സ്മരിച്ചിട്ട് നമുക്ക് നമ്മളുടെ ഉള്ളിൽ രാമരാജ്യമാക്കണം, അതിന് നമുക്ക് സാധിക്കണം എന്ന് പറയാം. എന്നിട്ട് പിന്നെ രാമായണത്തിൻ്റെ ഫലശ്രുതി പറയാം. ഇങ്ങനെ പരമാനന്ദ എന്താ ജീവിത ലക്ഷ്യം? ആദ്യം അതൊന്ന് പറയണ്ടേ. എന്താ ഇപ്പം എല്ലാവരും ജീവിത ലക്ഷ്യം? നമ്മളെല്ലാവരും ഉണ്ടല്ലോ അവിടെ. എന്താ ജീവിത ലക്ഷ്യം എന്നറിയോ? ആദ്യമായിട്ട് പരമാനന്ദമായി ജീവിക്കുക എന്നുള്ളതാ ജീവിത ലക്ഷ്യം. സുഖമായിട്ട് കഴിയാനല്ല. സുഖമായിട്ട് കഴിയാമെന്ന് വിചാരിക്കണ്ട കേട്ടോ അമ്മമ്മേ, സുഖമായിട്ട് കഴിയണ്ട. എന്താണെന്നെങ്കിൽ സുഖത്തിൻ്റെ ഒപ്പം ദുഃഖം ഉണ്ടാവും. സുഖം എങ്ങനെയാണ് അനുഭവിക്കണത്? ദുഃഖം ഉണ്ടാവുകൊണ്ടാ സുഖം അനുഭവിക്കണത്. ദുഃഖം ഇല്ലെങ്കിൽ പിന്നെ സുഖം ഉണ്ടോ? തണുപ്പ് ഉണ്ടാവുകൊണ്ടാ ചൂട് അനുഭവിക്കണത്, ചൂടുണ്ടാവുകൊണ്ടാ തണുപ്പ് അനുഭവിക്കണത്, സുഖം ഉണ്ടാവുകൊണ്ടാ ദുഃഖം അനുഭവിക്കണത്, ദുഃഖം ഉണ്ടാവുകൊണ്ടാ സുഖം അനുഭവിക്കണത് അല്ലേ? ഇങ്ങനെ ഓരോന്നും അങ്ങനെയല്ലേ. ഇപ്പം നമ്മൾ മഴയൊന്നുമില്ല, നല്ല വെയിൽ, അവിടെ ആകെ ചൂടാണ്. ഇനിയും ഫാനോട്ട് വർക്ക് ചെയ്യണമില്ല. ആ സമയത്ത് നല്ല ചൂടുള്ള ചായ ഓരോന്ന് തന്നാൽ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടാവുമോ? ഇല്ല. നേരെ മറിച്ച് തണുത്ത വെള്ളം തന്നാലോ, നല്ല കൂൾ ഡ്രിങ്ക്സ് തന്നാലോ സുഖമായി. ഇന്നലെ ആ മഴ പെയ്യണ സമയത്ത് നാത്തിരി ഐസ്ക്രീം എല്ലാവർക്കും കൊടുത്തളാം എന്ന് വിചാരിച്ചാൽ ആരെങ്കിലും മേടിക്കുമോ? ഇന്നലെ ആ സന്ധ്യ ആ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇപ്പോഴോ ഈ വെയിലിറക്കുന്ന സമയത്ത് ഐസ്ക്രീം കിട്ടിയാലും ഇഷ്ടമാണ്. അപ്പം സാഹചര്യത്തിനനുസരിച്ച് ആ ചൂടും തണുപ്പും സുഖവും ദുഃഖമൊക്കെ അല്ലേ? ആനന്ദം എപ്പോഴും ഉണ്ട്. അതിനൊരു വിപരീത വാക്കൊന്ന് പറഞ്ഞത്, ഒരു ആനന്ദം എന്നുള്ളതിന് വിപരീത വാക്ക് ആർക്കെങ്കിലും അറിയോ? ഇല്ല. കാരണം എന്താ വെച്ചാൽ അത് നമ്മളുടെ ഈ ശരീരമായി ബന്ധപ്പെട്ട അവസ്ഥയുടെ അപ്പുറത്താണ്, ഈശ്വരീയമായമാണ് ആനന്ദം. അതിപ്പോൾ തണുപ്പ് വന്നാലും നമുക്ക് ആനന്ദം ഉണ്ടാവും, ചൂട് വന്നാലും ആനന്ദം ഉണ്ടാവും, സുഖം ഉണ്ടാവുക ആനന്ദം ഉണ്ടാവും, ദുഃഖം ഉണ്ടായാലും ആനന്ദം ഉണ്ടാവും. അതാണല്ലോ. ചിലവർ നോക്കൊണ്ടു കരയണ സമയത്ത് മുഖത്തൊരു പുഞ്ചിരിയാവും, അല്ലെ? കരയാനുള്ള ഒരു സാഹചര്യം ഉണ്ടപ്പോഴും ചിരിച്ചുകൊണ്ടാ അവർ കരയണത് തോന്നും. എന്താണ് ചെയ്യുക? അവരുടെ ഉള്ളിലേക്ക് ഇതൊന്നും അങ്ങോട്ട് കാര്യമായിട്ട് ബാധിക്കുന്നില്ല. ഈ അവസ്ഥയിലേക്ക് നമ്മളെത്തലാണ് രാമായണ പാരായണം കൊണ്ടും രാമനാമം കൊണ്ടും ഈശ്വര ഭജന കൊണ്ടും നമുക്ക് സാധിക്കേണ്ടത്. അതാണ് നമ്മളുടെ ലക്ഷ്യം. ഈ ആനന്ദമായിരിക്കണം. മാത്രോ മരിക്കരുതെന്ന എല്ലാവരും വിചാരം. എന്നാ ഉറപ്പാ ഭക്തന്മാർ മരിക്കില്ല. ഭക്തനാണോ? എന്നാ മരിക്കില്ല, ഉറപ്പിച്ചോളൂ. ഭക്തനാണോ? മരിക്കില്ല, ഉറപ്പിച്ചോളൂ. എന്താ കാരണം അറിയോ? ഭക്തർ മരിക്കണില്ല. അവർ ഈ കേടുവന്ന ശരീരത്തിനെയാണ് ഉപേക്ഷിച്ച് അവരവരുടെ പാട്ടിൽ ഈശ്വരൻ്റെ അടുത്തേക്കാണ് പോകും. അവർ മരിക്കില്ല. മരിക്കണത് ആരാ അറിയോ? ഞാൻ, എൻ്റെ ശരീരം, എൻ്റെ കുട്ടികളെ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, ഇതൊക്കെ എൻ്റേതുകൊണ്ട് ഈ ശരീരത്തിൻ്റെ വിചാരിക്കണവരാ മരിക്കുക. അവർ ശരീരം മരിക്കും. നമ്മൾ ഈ കേടുന്ന ശരീരം ആടമ്പഴമ്പത്തേക്ക് രാമായണം കേൾക്കാനും പോകാൻ വയ്യ. ഇവിടെ അങ്ങനെ ഇരിക്കണം കുട്ടികളെയും കണ്ടും കൊണ്ട്. എന്നാ ഇത് വേണ്ട, ഇതവിടെ പോട്ടെ, ഇനി വേറെ നല്ലൊരു ശരീരം എടുക്കാം എന്ന് വിചാരിക്കണില്ലേ? അതാണ് നമ്മൾ ചെയ്യുക. അപ്പം നമുക്ക് സങ്കടം ഉണ്ടാവും. ഈ പരമാനന്ദത്തോടു കൂടി തന്നെ ഈ കേട് എന്ന ശരീരത്തിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് പോവുക. അപ്പം നമ്മളെ കുട്ടികൾ ചിലപ്പോൾ അവിടെ ഇരുന്നിട്ട് അമ്മ പോയോലോ എന്നൊക്കെ പറഞ്ഞ് തെളിവിക്കുമ്പോൾ നമ്മൾ ഈ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കിടക്കും. ഈ കേടുന്ന ശരീരത്തിന് പുറത്ത്. അപ്പം നമ്മളിങ്ങനെ എന്തിനാ ഈ കരയണത്? ഞാൻ അപ്പം സുഖമായിട്ട് ഇവിടെ തന്നെ അല്ലേ, എൻ്റെ ഈ ശരീരമല്ലേ കേടുന്നില്ല, ആ കുട്ടികളെയൊക്കെ ദഹിപ്പിച്ചോളി അല്ലെങ്കിൽ കുടിച്ചിട്ടോളി എന്ന് നമ്മളിതിൻ്റെ പുറത്ത് നിന്ന് പറയും. അങ്ങ് കേൾക്കാൻ നിവൃത്തിയില്ലല്ലോ, നമ്മളിരുന്ന് ആവൂല്ല, കല്യാക്ക് കേടെന്ന് ഇവിടെ കിടക്കുക. മനസ്സിലായ? ഇത്രയേ ഉള്ളൂ. അപ്പം മരിക്കലില്ല നമുക്കൊന്നും. നമ്മൾ ഈ ശരീരത്തെ വിട്ട് ഈശ്വരൻ്റെ അടുത്തേക്കാണ് പോകും. അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് മരിക്കുന്നൊന്നും ആരും പേടിക്കണ്ട. നാമം ചെല്ലിയാൽ മതി. സന്തോഷമായിട്ട് നല്ല പറയണത്
പരമാനന്ദമായിട്ട് അങ്ങോട്ട് സുഖമായിട്ട് ജീവിക്കുക, ആനന്ദമായിട്ട് ജീവിക്കുക. അതിന് നമുക്ക് സാധിക്കണം. അതാണ് വേണ്ടത്. അതാണ് രാമായണം കൊണ്ട് സാധിക്കുന്നത് എന്നാ. അധ്യാത്മരാമായണമിതം എത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം അധ്യയനം ചെയ്യിൽ മർത്യനജന്മനാമുക്തി സിദ്ധിക്കും അതിനില്ല സംശയം. രാമായണം വായിച്ചാൽ യാതൊരു സംശയവും വേണ്ട, മുക്തി സിദ്ധിക്കും. ഈ ശരീരത്തിലിരിക്കുമ്പോഴും കിട്ടും, ശരീരത്തിൽ നിന്ന് പോയാലും കിട്ടും. എങ്ങനെയാണ് ശരീരത്തിലിരിക്കുമ്പോൾ മുക്തി? മോക്ഷം എന്ന് പറയാം. മുക്തി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനമാണ് മുക്തി. മനസ്സിലായ? ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനമാണ് മുക്തി. അപ്പോൾ ഈ ശരീരത്തിലിരിക്കുമ്പോഴല്ലേ കിട്ടുക അത്. പിന്നെ ആ ശരീരത്തിന് പോയാലോ പിന്നെ ഇങ്ങനൊരു ശരീരം ഏതാ നമ്മുടെ വയറ്റിലേക്കാ പോകേണ്ടത് നോക്കിയും കൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഭഗവാൻ ഇങ്ങോട്ട് പോകുന്നോ കാടാമ്പുഴ ഭഗവതി പറയും, ഇനി വേറൊരു അമ്മയുടെ വയറ്റൊന്നും നോക്കണ്ട, ഇങ്ങോട്ട് പോരെ, എൻ്റെ ഒപ്പം പോരെ. സീതാദേവിയെ ഭൂമിദേവി കൊണ്ടുപോയില്ലേ? ഏതാ കൂട്ടത്തിൽ നമ്മളെയൊക്കെ കാടാമ്പുഴം പിന്നെ കുറേ കാലം അവിടെ ഇരുന്നിട്ട് ദേവി മാഹാത്മ്യവും നാരായണീയവും സഹസ്രനാമവും രാമായണവും ഒക്കെ കേട്ടതല്ലേ. അതിന് വേണ്ടിയിട്ട് ഇനി ഒരു ജന്മൊന്നും വേണ്ട, അങ്ങോട്ട് പോരെ. പണ്ട് ഉണ്ണിക്കുട്ടൻ LKG തോറ്റു. അപ്പോൾ ഇപ്പോൾ കുട്ടികളൊക്കെ തോറ്റാൽ എന്താ ഉണ്ടാവുക? ആത്മഹത്യ ചെയ്യുക. അപ്പം അമ്മയ്ക്കും ഒക്കെ സങ്കടമായി, ഇവഞ്ഞിപ്പോൾ അല്ല ആത്മഹത്യ ചെയ്യുമോ എന്നാൽ അച്ഛനും അമ്മയും കൂടി സ്വകാര്യം പറയുക. ഇത് കോട്ടും കൊണ്ട് പിന്നാലെ അതിന് വേറെ ആളെ നോക്കണം. എന്താണെങ്കിൽ ഈ ആത്മഹത്യ ചെയ്താൽ ശരീരം വേണ്ട. ഇനിയിപ്പോൾ ആദ്യം ജനിച്ച് വന്നിട്ട് പിന്നെ LKG ആദ്യം പഠിക്കണ്ടേ അല്ലേ? അതിനൊന്നും ആളെ നോക്കണം, വേറെ ആളെ നോക്കണം. കൂട്ടത്തിലാ നമുക്ക് ഇനിയിപ്പോൾ ഇത് വേണ്ടിയിട്ട് ഈ ശരീരം കൊണ്ടുള്ളത് ബാക്കിയുള്ളത് അനുഭവിക്കാൻ വേറൊരു ശരീരമൊന്നും വേണ്ട. ശരീരം കൊണ്ടൊന്നും അനുഭവിക്കേണ്ടത് നമുക്കൊന്നും വേണ്ട. നമ്മളുടെ ആത്മാവ് കൊണ്ട് അനുഭവിക്കുന്നത് മാത്രം മതി. അത് കാടാമ്പുഴ നമ്മുടെ മടിത്തട്ടിൽ ശ്രീരാമചന്ദ്ര മടിത്തട്ടിൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ മടിത്തട്ടിൽ അവിടെ മതി. അതിന് നമുക്ക് സാധിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു രാമനാമം ജപിച്ചതിൻ്റെ ഗുണം നല്ല പറഞ്ഞെന്നില്ലേ? 4 ആളെ ഏറ്റിയും കൊണ്ട് പോയി ശ്രീരാമചന്ദ്രൻ്റെ മടിയിൽ വെച്ചു, ഒരു നാമം ജപിച്ചു. നമ്മൾ സാധാരണ നാമം ചെല്ലുകയാണെങ്കിലോ പിന്നെ യാതൊന്നുമില്ല. ഒരു നാമം ജപിച്ച നമ്മളറിയാണ്ട് ചെയ്തൊരു പാപത്തിന് മോക്ഷമായി, പിന്നെ ആ പാപത്തിനെ അനുഭവിക്കേണ്ട. അങ്ങനെ നമ്മൾ ധാരാളം നാമം ചെല്ലുക, നമുക്ക് പാപത്തിൻ്റെ ഒരു കാര്യവും നമുക്ക് അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. മൈത്രീകരം, അതായത് എല്ലാവരുമായിട്ട് സ്നേഹത്തിൽ കഴിയാൻ പറ്റും. ധനധാന്യവൃദ്ധിപ്രദം, നമുക്ക് ഭൗതികമായിട്ടുള്ള സമ്പത്തുകളെല്ലാം ഉണ്ടാവും. ശത്രു വിനാശനം, ആരോഗ്യവർദ്ധനം, ശത്രുക്കളെ ഇല്ലാണ്ടാവും. അതായത് നമ്മളുടെ ശത്രുക്കളാരാ? അതന്നെ ഈ കാമക്രോധ മത അവരൊക്കെ ഇല്ലാണ്ടാവും. ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടദായകം, ധാരാളം ആയുസ്സുണ്ടാവും. ഇക്കൊല്ലത്തെ രാമായണ പാരായണം കഴിഞ്ഞ് ഇനി അടുത്ത കൊല്ലം രാമായണ പാരായണത്തിന് വരാൻ പറ്റുമോ? വേണോ? അടുത്ത കൊല്ലം രാമായണ പാരായണത്തിന് പോകണമെന്നുണ്ടോ? എന്നാൽ അടുത്ത കൊല്ലം കൂടി ആയിക്കോട്ടെ. ആയുസ്സും ഇങ്ങോട്ട് തരും അടുത്ത കൊല്ലത്തിനും കൂടി ഉള്ളത്. അതാണ് ദീർഘായുര അർത്ഥപ്രദം സൗഖ്യപ്രദം, സുഖം ധാരാളം ഉണ്ടാവും. ഭക്ത്യാ പഠിക്കലും ചൊൽകിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ, പാദങ്ങളിൽ നിന്നൊക്കെ രക്ഷ ഉണ്ടാവും. അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം, പുത്രാഭിലാഷി സുപുത്രനേയും തത്. നമ്മൾ സമ്പത്ത് വേണമെന്ന് വിചാരിച്ചാൽ അത് കിട്ടും. പുത്രനില്ലാത്തവർക്കാണ് പുത്രൻ ഉണ്ടാവും. സിദ്ധിക്കും ആര്യജനങ്ങളാൽ സമ്മതം വൃത്യാഭിലാഷി മഹാബുധനായി വരും. വിദ്യ വേണമെന്ന് വിചാരിക്കുന്ന ആൾ, അറിവ് വേണമെന്ന് വിചാരിക്കുന്ന ആൾക്ക് വലിയ ബുദ്ധിമാനായിത്തീരും. വന്ധ്യയുവതി കേട്ടുകൂടിയിൽ നല്ലൊരു സന്താതി ഉണ്ടാം അവൾക്കെന്നു നിർണയം. കുട്ടികളില്ലാത്ത സ്ത്രീകൾ ഇത് കേട്ടാൽ അവർക്ക് കുട്ടികളുണ്ടാവും. ബദ്ധനായുള്ളവർ മുക്തനായി വന്നിടം, അർത്ഥി കേട്ടിടുകയിൽ അർത്ഥാവാനായി വരും. ബന്ധപ്പെട്ട് എല്ലാവരും കുടുംബാലും ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബന്ധനങ്ങളിൽ കിടക്കുന്ന ആളുകൾക്ക് അതൊക്കെ അത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാവും. ഭാര്യയും കുട്ടികളൊക്കെ വേണം, പക്ഷേ ഭഗവാനാണ് വേണ്ടത് എന്നുള്ള ബോധം വരും. അതിൽ നിന്നൊക്കെ മുക്തി കിട്ടും. ദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരും, അവൻ ഭീതനതു കേൾക്കിൽ ഭയനായി വരും.
ദുഃഖികൾ സുഖിയായി വരും, ഭീതൻ നിർഭയനായി വരും, വ്യാധിയുള്ള ആളുകൾ അനാതുരനായിത്തീരും, വ്യാധികളൊന്നും ഇല്ലാത്തവരും. അങ്ങനെ ആദികളെല്ലാം അകന്നു പോവണ്ണം ദേവപിതൃഗണ താപസ മുഖ്യന്മാരേവരും ഏറ്റം പ്രസാദിക്കും. ദേവന്മാരെ പിതൃക്കൾ, നമ്മൾ രാമായണം മരിച്ച് കിടക്കുന്നിടത്തിൽ രാമായണം വായിക്കാറൊക്കെ ഉണ്ട്. തെറ്റൊന്നുമില്ല, നല്ലതാ. ഈ കാശി പോയി മരിച്ചാൽ മുക്തി കിട്ടുമെന്ന് പറയാൻ കാരണം എന്താ അറിയോ? അവിടെ ആര് മരിക്കുമ്പോഴും ശരി പരമേശ്വരൻ വന്നിട്ട് കാതിൽ രാമരാമ ജപിക്കുന്നുള്ള. അപ്പം ശരിക്കും ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ നമ്മൾ ആ വെള്ളം കൊടുക്കണോടുകൂടി രാമ 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 എന്ന് ചെവിയിൽ പറഞ്ഞു കൊടുക്കണം. ഉറക്ക നാമം ചെല്ലണം. വെയ്യാണ്ട് ഒരാൾ കിടക്കണം, ഈ ആസ്പത്രിയിൽ കൊണ്ടുപോയിട്ട് 50,000 60,000 ഉറുപ്പ്യ കൊടുത്തിട്ടുള്ള മറ്റേ അതുണ്ടല്ലോ പെട്ടിയിൽ, അതിൻ്റെ ഉള്ളിൽ കടത്തിയിട്ട് ആരെയും കാണാനും വയ്ക്കണമെന്നില്ല. രക്ഷപ്പെടുകയെന്ന് കണ്ടാൽ വീട്ടിൽ കൊണ്ടുവരിക, സുഖമായിട്ട് നോക്കുക, നാമം ചെല്ലുക. അവർക്ക് സഹസ്രനാമം, രാമായണം, രാമനാമം, നാരായണനാമം ഒക്കെ ധാരാളം ജപിക്കുക. ആ ആത്മാവ് ശുദ്ധമായി തീരും. അതാണ് നമ്മൾ വേണ്ടത്. വെറുതെ ഈ കയ്യിൽ കാശില്ലാത്ത കടം കൂടി വാങ്ങിയിട്ട് ഈ ആസ്പത്രിക്കാർക്ക് കൊണ്ടേ കൊടുത്ത് നശിപ്പിക്കാൻ നിൽക്കണ്ട. നാമം ചൊല്ലിക്കോളൂ. അസുഖമാണ്, ഈ അസുഖം മാറുക എന്നുള്ള അസുഖം വന്നാൽ പിന്നെ കൊണ്ടേ കടത്തിയിട്ട് എന്താ കാര്യം? നമ്മൾ നല്ലോണം ഇതാക്കിയിട്ട് വേണം, അങ്ങനെ വേണം. കൽമഷമെല്ലാം അകലും അതേയല്ല ധർമാർത്ഥ കാമമോക്ഷങ്ങൾ സാധിച്ചിടും. തമ്മിലുള്ള വിദ്വേഷങ്ങളെല്ലാം കൽമഷങ്ങളെല്ലാം അങ്ങോട്ട് തീരും. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഈ പുരുഷാർത്ഥങ്ങൾ ലഭിക്കലാണ് ജീവിതം കൊണ്ട് വേണ്ടത്. അത് ലഭിക്കും, ഉറപ്പ്. പിന്നെന്താ വേണ്ടത്? എന്നിട്ട് പറയാ, അധ്യാത്മരാമായണം പരമേശ്വരനദ്രീസുതയ്ക്കുപദേശിച്ചിതാതരാൾ നിത്യവും ശുദ്ധബുദ്ധ്യാ ഗുരുഭക്തി പൂണ്ടധ്യയനം ചെയ്കിലും മുതാ കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ബദ്ധമോദം പരമാർത്ഥമിതൊക്കവേ ഭക്ത്യാ പറഞ്ഞടങ്ങിക്കിളി പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു. നാം എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഇതെല്ലാം കേട്ടു എന്ന് പറഞ്ഞിട്ടാണ് രാമായണം ഇവിടെ നമുക്ക് സമർപ്പിക്കുന്നത്. അപ്പോൾ ആ രാമായണത്തിൻ്റെ മഹത്വം ഇത്രയും ആണ് എന്നുള്ളത് ഈ കഥകളൊക്കെ നമുക്ക്, ഞാൻ പറഞ്ഞില്ല ഇന്നലെ, ഇത് വലിയൊരു ചക്കയാണ്, നല്ല വരിക്കപ്പലാവിൻ്റെ പഴുത്ത ചക്കയാണ്. പക്ഷെ അത് കയ്യിൽ ചക്ക ഇങ്ങനെ വെച്ചാൽ അതിൻ്റെ വാസന ഇങ്ങനെ വരുന്നേ ഉള്ളൂ, അതിലപ്പുറം ഒന്നുമില്ല. ദിവസേന എടുത്ത് വായിക്കണം, ഓരോ ചുളയായിട്ട് പറിച്ച് കഴിക്കണം. മനസ്സിലായ? വലിയ മുള്ളാണ് അതിൻ്റെ മുള്ളി, ചക്കേമ്പിലേ വാസനയൊക്കെ നന്നായിട്ട് കൈകൊണ്ട് തൊട്ട വിചാരിക്കണ്ട. അതായത് മുള്ളുള്ള ഭാഗം കളഞ്ഞാലോ ഉള്ളിൽ. ഞാൻ നമ്മളെ നാവിനെ പറഞ്ഞ കൂട്ടത്തില ഈ ചുളയെ സംരക്ഷിക്കാൻ കുറേ ചകിടിയുണ്ട്. അത് ആളുകൾ വന്ന് വല്ലാണ്ട് ദ്രോഹിക്കാണ്ടിരിക്കാൻ ഇപ്പം മുളങ്ങുണ്ട്. മുളങ്ങൊക്കെ കളഞ്ഞിട്ട് അതിനെന്ത് വേണം? നല്ലോണം വെളിച്ചെണ്ണ പുരട്ടണം. വേണ്ടേ? വെളിച്ചെണ്ണ പുരട്ടാൻ മുളങ്ങിണ്ടാവില്ലേ? എന്നാൽ കൂടുതൽ നല്ലോണം രാമനാമം ജപിച്ചിട്ട് വേണം നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള സുഖങ്ങളൊക്കെ അനുഭവിക്കാൻ. എടുത്തു വയ്ക്കാൻ നോക്കുന്നുണ്ട്. അപ്പോഴൊന്നും പോവില്ല. അന്ന് 12:30 1 മണിയാകുമ്പോഴേ നിർത്തുകയുള്ളൂ. അത് അവർക്ക് അവിടെ 1 മണി വരെയൊക്കെയാണെന്ന് ഭജന. അപ്പോൾ അസലായിട്ട് മുളങ്ങൊക്കെ പരട്ടി രാമനാമൊക്കെ ജപിച്ച് സുഖമായിട്ട് നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള സുഖങ്ങളൊക്കെ അനുഭവിക്കുക. ഭർത്താവ് കുറച്ച് ദേഷ്യപ്പെടും, ഭാര്യ കുറച്ച് ദേഷ്യപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അതിൻ്റെ സുഖമാണ്. ഇല്ലേ, കുറച്ച് ദേഷ്യപ്പെടുന്നൊക്കെ ഒരു സുഖമല്ലേ? കുറച്ച് അല്ലേ, എപ്പോഴും സുഖം തന്നെയായാൽ പറ്റില്ലോ? സുഖം അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? ദുഃഖം വേണം. അപ്പോൾ ഭാര്യ ഒന്ന് ദേഷ്യപ്പെട്ടാൽ അല്ലെങ്കിൽ ഭർത്താവ് ഒന്ന് ദേഷ്യപ്പെട്ടാൽ കുറച്ച് കഴിഞ്ഞാൽ ദേഷ്യം പറഞ്ഞാൽ സുഖമായി അല്ലേ? അപ്പോൾ ആ ദേഷ്യപ്പെട്ട ദുഃഖം ഉണ്ടാകുമ്പോഴേ സുഖം അനുഭവിക്കുകയുള്ളൂ. നേരെ മറിച്ച് നമ്മൾ രാമായണം വായിക്കുമ്പോഴോ അതിൽ ഈ ദേഷ്യപ്പെടലുമില്ല, ഒന്നുമില്ല, സുഖം മാത്രമേ ഉള്ളൂ. അതാണ് ഭാര്യയും ഭർത്താവും കൂടി രാമായണം. അതല്ലേ ഉമാദേവി ശ്രീ പരമേശ്വരനോട് രാമായണം പറഞ്ഞു തരുവായിട്ട് രണ്ടാളും ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞിട്ടേ രണ്ടാളും കൂടി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ സാധാരണ രണ്ടാളും കൂടി ഇരിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ഊണ് കഴിഞ്ഞിരിക്കുമ്പോൾ എന്തെങ്കിലും നാട്ടിലെല്ലാം നുണ പറയും. അല്ല, എനിക്ക് രാമായണം പറഞ്ഞു തരൂ, ബാക്കി പലതും പറഞ്ഞു തന്നിട്ട് രാമായണം പറഞ്ഞു തന്നിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഈ രാമായണം പറഞ്ഞു കൊടുത്തത് കൈലാസത്തിൽ വെച്ചിട്ടേ. ആ ഭഗവതിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ആദ്യമായിട്ട്
രാമായണ പാരായണം ഇത് ഇത്ര ഉണ്ടായിരുന്നില്ല, ചെറിയൊരു ഹാളായിരുന്നു ഇവിടെ വെച്ചിട്ട് രാമായണ പാരായണം തുടങ്ങി ആദ്യത്തെ കൊല്ലം. ആ കൊല്ലം തുടങ്ങിയ സമയത്ത് രാമായണമായിട്ട് വായിക്കാൻ തുടങ്ങി. ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു, ആ മരത്തിൻ്റെ മുകളിൽ നിറച്ച് തത്തകളായിരുന്നു. ഈ തത്തകൾ ഇങ്ങോട്ട് വന്നിട്ട് 4 പുറവും ഇങ്ങോട്ട് നിന്നിട്ട് രാമായണം വായിക്കാൻ തുടങ്ങിയിട്ട് ആ പ്രഭാഷണം 2 മണിക്കൂർ അവരുടെ ബഹളമായിരുന്നു. ഞാനന്ന് എൻ്റെ ഒരു ചെറിയൊരു ടേപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നു, അതിവിടെ ഓൺ ചെയ്ത് വെച്ചായിരുന്നു. പ്രഭാഷണം എന്താ വെച്ചാൽ കേൾക്കാമല്ലോ പിന്നേക്ക് എന്ന് വിചാരിച്ചിട്ട്. ആ പ്രഭാഷണം എന്നല്ല അതിൽ കേൾക്കുന്നത്, ഈ തത്തകളുടെ ശബ്ദമായിരുന്നു അതിൽ കേട്ടായിരുന്നത്. അപ്പം പ്രകൃതിയും കൂടി രാമായണത്തിനോട് അനുകൂലിക്കണു, പക്ഷി മൃഗാദികളും കൂടി അനുകൂലിക്കണു എന്നുള്ളതാണ്. അത്രയും മഹത്വപൂർണമായ രാമായണമാണ് നമ്മൾ വായിച്ചത്. ഇനി അവസാനം വായിക്കുന്നത് നമുക്ക് തുടക്കം വായിച്ചിട്ട് വേണം നിർത്താൻ. അതിൻ്റെ മുമ്പേ ഒരു ഭജന. ആദ്യമായിട്ട് രാമായണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവുന്ന ഒരു ഭജന നമ്മുടെ മുമ്പേ പാടേണ്ടതായിട്ടുണ്ട് അല്ലേ? ഓർമ്മ ഉണ്ടോ? അതൊന്ന് പാടുക നമുക്ക്. എന്നിട്ട് രാമായണം മുഴുവൻ നിങ്ങളുടെ ഓർമ്മയിൽ വരും. ഇതിൽ ഓരോ കാര്യങ്ങളും ആവുമ്പോൾ രാമായ 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 തേ നമ. നല്ല ഉറക്ക ചൊല്ലിക്കോളും. രാമദേവ രാമചന്ദ്ര നമോ നമ. രാമായ 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 തേ നമ. രാമദേവ രാമചന്ദ്ര നമോ നമ. ശ്യാമള കോമള രൂപായ തേ നമ. രാമദേവ രാമചന്ദ്ര നമോ നമ. കൗസല്യനന്ദന മോഹനാദേ നമ. രാമ ദശരഥപുത്ര നമോ നമ. സീതാപദേ പുരുഷോത്തമാദേ നമ. രാമദേവ രാമചന്ദ്ര നമോ നമ. രാമായ 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 തേ നമ. രാമദേവ രാമചന്ദ്ര നമോ നമ. ലക്ഷ്മണ സേവിത ജീര ലക്ഷ്മണ സേവിത രാമായ തേ നമ. രാമ ഭരതാഗ്രജാത നമോ നമ. ശത്രുഘ്ന പൂർവജ രാമായ തേ നമ. രാമദേവ രാമചന്ദ്ര നമോ നമ. ഇങ്ങനെ ഓരോ ഇതിങ്ങനെ ചെല്ലുമ്പോൾ രാമായണത്തിൽ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ ഓർമ്മ വരിക. രാമായ 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 തേ നമ. രാമദേവ രാമചന്ദ്ര നമോ നമ. മാരുതി സേവിത ശ്രീരാമ തേ നമ. സുഗ്രീവ പൂജിത രാമ നമോ നമ. അംഗദ രക്ഷക രാമായ തേ നമ. രാമദേവ രാമചന്ദ്ര നമോ നമ. രാമായ 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 തേ നമ.
രാമദേവ രാമചന്ദ്ര നമോ നമഃ. മോക്ഷമഹല്യയ്ക്കു നൽകിയ ശ്രീരാമ, മുക്തി ജടായുവിന്നേകിയ ശ്രീരാമ, ബാലിമതാപഹ ധർമ്മ സംരക്ഷക, രാമദേവ രാമചന്ദ്ര നമോ നമഃ. രാമായ 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 തേ നമഃ. രാമദേവ രാമചന്ദ്ര നമോ നമഃ. താടക നിഗ്രഹം ചെയ്ത രാമ നമഃ. രാക്ഷസവംശ സംഹാരമൂർത്തേ നമഃ. മാരീചമായയേ വെന്ന രാമ നമഃ. രാമദേവ രാമചന്ദ്ര നമോ നമഃ. രാമായ 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 തേ നമഃ. രാമദേവ രാമചന്ദ്ര നമോ നമഃ. കുംഭകർണാന്ത്യം കുറിച്ച രാമ നമഃ. ഭക്തവിഭീഷണ സേവ്യ രാമ നമഃ. രാവണമർദ്ദക ഭക്തപ്രിയ നമഃ. രാമദേവ രാമചന്ദ്ര നമോ നമഃ. രാമായ 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 തേ നമഃ. രാമദേവ രാമചന്ദ്ര നമോ നമഃ. ശ്രീരാഘവ പരമാത്മനേ തേ നമഃ. സംസാരസാഗരത്രാണായ തേ നമഃ. ഭക്തിമുക്തിപ്രദാതാരക ബ്രഹ്മമേ. രാമദേവ രാമചന്ദ്ര നമോ നമഃ. രാമായ 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 തേ നമഃ. രാമദേവ രാമചന്ദ്ര നമോ നമഃ. ഇനി പ്രാർത്ഥനയാണ്. ഐഹിക സൗഖ്യം തരേണമേ ശ്രീരാമ. ഭക്തിയാൽ ചിത്തം നിറയ്ക്കേണമേ രാമ. ത്വൽപദം ചേർക്കണേ രാമ രഘുത്തമ. രാമദേവ രാമചന്ദ്ര നമോ നമഃ. ഐഹിക സൗഖ്യം തരേണമേ ശ്രീരാമ. ഭക്തിയാൽ ചിത്തം നിറയ്ക്കേണമേ രാമ. ത്വൽപദം ചേർക്കണേ രാമ രഘുത്തമ. രാമദേവ രാമചന്ദ്ര നമോ നമഃ. രാമായ 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 തേ നമഃ. രാമദേവ രാമചന്ദ്ര നമോ നമഃ. രാമദേവ രാമചന്ദ്ര നമോ നമഃ. ഭക്തവത്സല ശ്രീരാമദേവ. മുക്തിദായക പാഹി മാം.
സംസാരമാകും കോരാബ്ദി തന്നിൽ താഴ്ന്നു താഴ്ന്നു ഞാൻ പോകുന്നു. തൃക്കരം തന്നു രക്ഷിക്കേണമേ. കാരുണ്യ സിന്ധോ ശ്രീപതേ. രക്ഷ നൽകുന്ന രാമനാമവും മുക്തി നൽകുന്ന മന്ത്രവും കാശിയിൽ വാഴും വിശ്വനാഥനും വിശ്വൈക വന്ദ്യമാതാവും ഒന്നിച്ചു തന്നെ ആവോളം വാഴ്ത്തി ശ്രീരാമനാമമാഹാത്മ്യം ചിത്തത്തിലെന്നും ഭക്തിയുണ്ടാവാൻ ശ്രീരാമനാമം പാടുക. ഇന്നു തന്നെ തുടങ്ങാം നമ്മൾക്കും ശ്രീരാമനാമം പാടുവാൻ. ശ്രീരാമ രാമ ശ്രീരാമ രാമ മുക്തിദായക ശ്രീരാമ. രാമനാമം പാടുക രാമനാമം പാടുക. രാമനാമം പാടി പാടി രാമഭക്തരാവുക. രാമനെ സ്മരിക്കുക രാമനെ നമിക്കുക. രാമകീർത്തനങ്ങൾ പാടി രാമനിൽ ലയിക്കുക. രാമചരിതം കേൾക്കുക രാമധർമ്മം ചെയ്യുക. രാമതത്വമുള്ളിലാക്കി രാമരാജ്യം വാഴുക. രാമനാമം പാടുക രാമനാമം പാടുക. രാമനാമം പാടി പാടി രാമഭക്തരാവുക. രാമനാമം പാടി പാടി രാമഭക്തരാവുക. രാമഭക്തരാവുക. ഈ വർഷത്തെ രാമായണ മാസാചരണ മഹാഘോഷം നമ്മളിവിടെ സമർപ്പിക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് ഇവിടെ കാടാമ്പുഴ അമ്പലത്തിലുള്ള രാമായണ മാസാഘോഷം അടുത്ത വർഷം ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളുടെ വീട്ടിൽ ഓരോരുത്തരുടെ വീട്ടിലും രാമായണ ഘോഷം കുറയാണ്ട് ഇതിങ്ങനെ തുടർന്ന് വരിക. കുറച്ചെങ്കിലും രാമായണം വായിക്കുക, കുറച്ചെങ്കിലും രാമനാമം ജപിക്കുക. ഇതൊരു ചിട്ടയായി തീരുക. അങ്ങനെ വരുമ്പോൾ അടുത്ത വർഷം നമ്മൾ രാമായണ ഘോഷത്തിന് വരുമ്പോൾ മഹാഘോഷത്തിന് വരുമ്പോൾ ഇപ്പം കാണുന്ന നിങ്ങളുടെ മുഖത്തുള്ള ഈ ആനന്ദത്തിൻ്റെ ഒരു 100 ഇരട്ടി കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ആദ്യത്തെ കൊല്ലമൊക്കെ രാമായണത്തിൽ വന്നിരുന്ന മുഖമൊന്നുമല്ല ഇപ്പോൾ കുറച്ചും കൂടിയൊക്കെ വിടർന്ന് വികസിച്ച് തേജോജ്വലമായിരിക്കുന്നു. അത് ഇനിയും കൂടണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് കാടാമ്പുഴ ദേവസ്വം ഇതൊക്കെ ചെയ്യണത്. നോക്കൂ, നിങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യം ഇങ്ങനൊരു
വലിയൊരു ഹാളും എന്തൊരു സൗകര്യം നമുക്ക് കിട്ടിയത് അല്ലേ? ഇതൊക്കെ എന്താ? ഭഗവതി നമ്മളുടെ ഭക്തി കണ്ടിട്ടും നമ്മൾ ഇതിനോട് അനുകൂലിക്കുന്നത് കണ്ടിട്ടും ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് ദേവസ്വം ഇത് വേണ്ടതൊക്കെ ചെയ്തു തരികയാണ് അല്ലേ? നമ്മളെത്ര ബുദ്ധിമുട്ടിണ്ട് ആദ്യത്തിലൊക്കെ രാമായണത്തിൻ്റെ കാര്യത്തിലൊക്കെ അല്ലേ? ഇപ്പോൾ വല്ല ബുദ്ധിമുട്ടുണ്ട്. സുഖമായിട്ട് വന്ന് ഇവിടെ ഇരുന്ന് പരമാനന്ദമായിട്ട് ഇതൊക്കെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നു. അത് ഇനി കൂടണം. ഇപ്പത്ര ആളേ ഉള്ളൂ. ഇങ്ങനെ ഇട്ട കസേരയൊക്കെ അടുത്ത കൊല്ലാമ്പഴേക്ക് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചിടാറാവണം. മറ്റുള്ളവരോട് പറയണം, ഇതാ കാടാമ്പുഴ അമ്പലത്തിന് ഇങ്ങനെ കണ്ട് നിങ്ങളൊക്കെ വരും. അതേപോലെ എല്ലാ 30 ചൊവ്വാഴ്ച നാരായണീയം എല്ലാവരും വരണം, നല്ലോണം അതിലൊക്കെ പങ്കെടുക്കണം. അതേപോലെ എല്ലാ വെള്ളിയാഴ്ച നാമജപത്തിന് വീട്ടിൽ പ്രശ്നമൊക്കെ ഉണ്ടാവും. എന്താ ആഴ്ചയിൽ ഒരു ദിവസം ഒരു 4 മണിക്കൂർ കാടാമ്പുഴ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിലുള്ള ഈശ്വര ചൈതന്യത്തിന് വേണ്ടി ചിലവാക്കാൻ നമുക്ക് സാധിക്കില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ജീവിച്ചിരിക്കണമെന്ന് ചിന്തിക്കാറാവണം. അതിനുള്ള സൗകര്യം ദേവസ്വം ഇവിടെ ചെയ്തു തരും. ചെയ്യുമ്പോൾ നമ്മളെന്തിനാ ചെയ്യാണ്ടിരിക്കണം? ഭഗവതി നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. സൽക്കർമ്മത്തിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ നമ്മൾ പരമാവധി അനുഭൂതിയിലെത്തിക്കണം, അനുഭവിക്കണം, അനുഭൂതിയിലെത്തിക്കണം. എന്നിട്ട് നമുക്കെല്ലാവർക്കും മരണമില്ലാണ്ട് കേടുവന്ന ശരീരം അങ്ങോട്ട് ഉപേക്ഷിച്ചിട്ട് പരമാനന്ദമായി ജീവിച്ചും കൊണ്ട് ഈ ശരീരം ഉപേക്ഷിച്ച് പരമാനന്ദമായിട്ട് ദേവിയുടെ തൃപ്പാദത്തിലെത്താൻ നമുക്ക് സാധിക്കണം. അതിനാണ് ഇതൊക്കെ ഇവിടെ ചെയ്യുന്നത്. അത് നമുക്കെല്ലാവർക്കും സാധിക്കണം എന്നുള്ള പ്രാർത്ഥന നിങ്ങളുടെ ഓരോരുത്തരുണ്ടാവും. നിങ്ങൾക്ക് മാത്രം പോരാ. ഞാൻ പറഞ്ഞതില്ലേ, അതീതി ബോധ ആചരണ പ്രചരണം, ഇത് മറ്റുള്ളവരിൽ എത്തിക്കലും കൂടി നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ ബുദ്ധിയിൽ ഉറപ്പിക്കണം, നമ്മൾ ആചരിക്കണം, മറ്റുള്ളവരോട് പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിക്കണം. അതാണ് പ്രചരണം. ഇത് നമ്മളുടെ കർത്തവ്യമാണ്. അല്ലാണ്ട് ദേവസ്വം ഇതാ ഇവിടെ നാമം ചെല്ലാനുള്ള സൗകര്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ദേവസ്വക്കാർ ഓടി നടക്കുകയൊന്നുമില്ല. നമ്മൾ പറയണം നമ്മളുടെ ആളുകളോട്, ഇല്ലേ? ഇവിടെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, ഭഗവതി ഇതൊക്കെ ചെയ്തു തരുന്നുണ്ട്, ദേവസ്വം ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെന്ന് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അവരെയും കൂടി കൂട്ടണം. ഇപ്പം വന്നവരൊക്കെ അങ്ങനെയല്ലേ? ഇപ്പം ചിലവർ വയ്യാണ്ട പോയി അല്ലേ? ചിലവർ അവരുടെ ശരീരം ഉപേക്ഷിച്ച് പോയി. പക്ഷെ അപ്പോഴേക്ക് നമ്മളെയൊക്കെ ഇവിടെ കൊണ്ടുവന്നാക്കിയില്ലേ? ഇനി നമ്മൾ പോണതിൻ്റെ മുമ്പ് ഇതേപോലെയുള്ള കുട്ടികളെയൊക്കെ ഇവിടെ കൊണ്ടുവന്നാക്കണം. അതാണ് നമ്മളുടെ ഉത്തരവാദിത്വം എന്നുള്ള ഒരു കുറച്ച ബോധത്തോടു കൂടി നമുക്ക് അടുത്ത കൊല്ലത്തെ രാമായണ മാസാചരണത്തിനുള്ള തുടക്കം കുറിച്ചുകൊണ്ട് രാമായണത്തിൻ്റെ ആദ്യ ഭാഗം വായിച്ചിട്ട് സമർപ്പിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മാഹൃതിരമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ, നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ, ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ഇനി ബാക്കിയുള്ളത് വീട്ടിൽ പോയിട്ട് വായിച്ചോളൂ എല്ലാവരും. എന്നിട്ട് നമുക്ക് കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതൈ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ ശ്രീരാമചന്ദ്രായേതി സമർപ്പയാമി, ശ്രീകാടാമ്പുഴമേതി സമർപ്പയാമി, ശ്രീനാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീം മഹീശ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതൈ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ ശ്രീകാടാമ്പുഴമേതി സമർപ്പയാമി.